ഹായ് ഓൾ, വെൽക്കം ടു മാസ്റ്റക്കി അക്കാഡമി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വരാൻ പോകുന്ന 10th ലെവൽ പ്രിലിംസ് എക്സാമുകൾ. ഓൾറെഡി നമ്മുടെ PSCയുടെ സൈറ്റിൽ ആദ്യത്തെ 2 ഘട്ടങ്ങളുടെ ഫേസ് 1 ആൻഡ് ഫേസ് 2 10th പ്രിലിംസിന്റെ ഹോൾ ടിക്കറ്റ് നിലവിൽ അവൈലബിൾ ആണ്. പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, വരാൻ പോകുന്ന ഈ പരീക്ഷ തീർച്ചയായും 2 കടമ്പകളാണുള്ളത്. പ്രിലിംസ് ആദ്യം അടിക്കുക എന്നതാണ് നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം. കമ്പയർ ചെയ്യുമ്പോൾ താരതമ്യേന പ്രിലിംസ് അടിക്കുക എന്നത് അത്ര അസാധ്യമായ ഒരു കാര്യമല്ല. സോ നിങ്ങളുടെ പഠനത്തിലേക്ക് ഒരു സഹായമായി, കൂടുതൽ ഒരു ശക്തമായ ഒരു സപ്പോർട്ടായിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ വീഡിയോ വരുന്നത്. തീർച്ചയായും 10th ലെവൽ പ്രിലിംസ് എക്സാമിന് വേണ്ടിയുള്ള ഒരു പവർ റിവിഷൻ, ഒരു റാപ്പിഡ് റിവിഷൻ ആണ് ഇന്നത്തെ വീഡിയോയുടെ ലക്ഷ്യം. സോ നമുക്കറിയാം, 100 മാർക്കിനുള്ള ഈ പരീക്ഷയിൽ നമ്മളെ സംബന്ധിച്ച് 10 മാർക്കോളം വരുന്ന ഒരു ഭാഗമാണ് 10th ലെവൽ പ്രിലിംസിലുള്ള സിലബസിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്ത് നിന്നുള്ളത്. പ്രത്യേകിച്ച് മെയിൻസ് സിലബസുമായി താരതമ്യേന വ്യത്യാസമുണ്ട്. 10th ലെവൽ പ്രിലിംസിൽ ഇങ്ങനെയാണ് മെൻഷൻ ചെയ്യുന്നത്: പൗരന്റെ അവകാശങ്ങൾ, കടമകൾ, ദേശീയ ചിഹ്നങ്ങൾ, ദേശീയ ഗാനം, ദേശീയ പതാക, ദേശീയ ഗീതം തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങൾ, അതുപോലെ വിവരാവകാശം, മനുഷ്യാവകാശ നിയമങ്ങൾ, അവയെ സംബന്ധിക്കുന്ന വിവരങ്ങൾ. സോ ഇത്രയും കാര്യമാണ് 10 മാർക്കിനാണ് ചോദ്യം നമുക്ക് സിലബസിൽ മെൻഷൻ ഉള്ളത്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2021 മുതൽ നടന്ന 10th ലെവൽ പ്രിലിംസ് എക്സാമുകളിലെ ചോദ്യങ്ങൾ. ഒരുപാട് ചോദ്യങ്ങളല്ല, മാക്സിമം റിപ്പീറ്റേഷൻ വരാതെ ചോദ്യങ്ങൾ എടുക്കുന്നു. 21 മുതൽ 25 വരെ ഉള്ള 10th ലെവൽ പ്രിലിംസ് എക്സാമുകളിൽ നടന്ന ചോദ്യ പേപ്പറുകളിലെ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ, അവിടെ നിന്നുള്ള ഫൈനൽ ആൻസർ കീ പ്രകാരം PSC നൽകിയ ഉത്തരങ്ങൾ എന്നിവയാണ് നോക്കുക. അപ്പൊ മാക്സിമം നിങ്ങൾ ഓരോ ടോപ്പിക്കും പഠിച്ചതിന്റെ ഒരു റിവിഷൻ ആയിട്ട് ഈ ഒരു ഭാഗം കാണുക. നേരെ നമ്മൾ ചോദ്യങ്ങളിലേക്കാണ് പോകുന്നത്. എനിവേ, ആദ്യത്തെ ചോദ്യം, ഒന്നാമത്തെ ചോദ്യം. ഓരോ ചോദ്യങ്ങളും നിങ്ങൾ ചെയ്യാനിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു എക്സാമിന് എങ്ങനെയാണോ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത് ആ രീതിയിൽ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നോക്കിക്കോളാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് 239/2023 നടന്ന ഒരു ഖാദി ബോർഡ് പ്രിലിംസ് എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: ദേശീയ പതാകയിലെ ആരക്കാലുകളുടെ എണ്ണം. നമുക്കറിയാം, ദേശീയ ചിഹ്നങ്ങൾ 10th പ്രിലിംസിന്റെ ഒരു മേജർ അട്രാക്ഷൻ ആണ്. അവിടെ തന്നെ ഇന്ത്യയുടെ ദേശീയ പതാക, നാഷണൽ ഫ്ലാഗ്, കൃത്യമായിട്ട് നിങ്ങൾക്ക് ആൻസർ പറയാം. ഇന്ത്യയുടെ ദേശീയ പതാക ത്രിവർണ പതാകയാണ്. ത്രിവർണ പതാകയാണ്. തീർച്ചയായും ഈ ത്രിവർണ പതാകയിൽ 3 കളേഴ്സ് ആൻഡ് നടുവിലായി അശോക ചക്രമുണ്ട്. എക്സാമിന്റെ ചോദ്യം എന്താണ്? ഇന്ത്യയുടെ ദേശീയ പതാകയിലെ ആരക്കാലുകളുടെ എണ്ണം. പതാകയ്ക്ക് നടുവിലുള്ള അശോക ചക്രത്തിൽ 22, 21, 23, 24. നിങ്ങൾ ആൻസർ പറഞ്ഞു കഴിഞ്ഞു. ക്ലിയർ ആണ്, വ്യക്തമാണ്. ഇന്ത്യയുടെ ദേശീയ പതാകയിലെ ആരക്കാലുകളുടെ എണ്ണം 24 ശരിയായ ഉത്തരമാണ്. തെറ്റിക്കേ ചെയ്യരുത്. ഓക്കെ, ശ്രദ്ധിച്ചേടാ. ഇന്ത്യയുടെ ദേശീയ പതാക ത്രിവർണ പതാക. മുകളിൽ കുങ്കുമം, നടുവിൽ വെള്ള, താഴെ പച്ച എന്ന കൃത്യമായ ഒരു ഓർഡർ അതിനുണ്ട്. ഇന്ത്യയുടെ ത്രിവർണ പതാകയെ ദേശീയ പതാകയായി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് 47 ജൂലൈ 22 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണത്. അപ്പൊ 47 ജൂലൈ 22 ദേശീയ പതാകയെ അംഗീകരിച്ചു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. ത്രിവർണ പതാക അതിന്റെ രൂപീകരണത്തിൽ പങ്കുവഹിച്ച പ്രധാനപ്പെട്ട വ്യക്തിയാണ് പിംഗലി വെങ്കയ്യ. ആന്ധ്രാപ്രദേശുകാരനായ പിംഗലി വെങ്കയ്യ ദേശീയ പതാകയുടെ രൂപകൽപ്പനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച വ്യക്തിയാണ്. ഓക്കെ, നമുക്ക് നോക്കാം, മുന്നോട്ട് പോകാം. ഒന്നാമത്തെ ചോദ്യം ക്ലിയർ ആണ്. ദേശീയ പതാകയിലെ ആരക്കാലുകളുടെ എണ്ണം 24. ഓക്കെ, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. 228/2023 നടന്ന ഒരു പ്രിലിംസ് എക്സാമിന്റെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച ഭരണഘടനയുടെ വകുപ്പ് ഏതാണ്? ആദ്യം തന്നെ പറയട്ടെ,
ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയായ ദ ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കർ പറയുകയാണ്, മൗലിക അവകാശങ്ങൾ എന്ന ഭാഗത്ത് നിന്നുള്ളൊരു ചോദ്യമാണല്ലേ. ഈ ചോദ്യം ഞാൻ പറയുന്നില്ല, ഒരുപാട് തവണ ചോദ്യപേപ്പറുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. രണ്ട് രീതിയിലാണ് ഈ ചോദ്യം സാധാരണഗതിയിൽ വരാറുള്ളത്. ഒന്നെങ്കിൽ ആ വകുപ്പ് തരും, ഇങ്ങനെ അംബേദ്കർ വിശേഷിപ്പിച്ച ആർട്ടിക്കിൾ ആയിരിക്കും ഓപ്ഷനിൽ തരിക, അല്ലെങ്കിൽ ആ ആർട്ടിക്കിളിൽ എന്താണ് മെൻഷൻ ചെയ്യുന്നതെന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്. ഈ ചോദ്യം അങ്ങനെയാണ്. നോക്കാം. അതായത് മൗലിക അവകാശങ്ങളെ സംബന്ധിച്ച് ഈ രാജ്യത്ത് 6 മൗലിക അവകാശങ്ങൾ, അടിസ്ഥാനപരമായ 6 മൗലിക അവകാശങ്ങളാണ് ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണെന്ന് ചോദിച്ചാൽ ഡോക്ടർ BR അംബേദ്കർ പറയുകയാണ്, നമുക്കറിയാം ഈ അവകാശങ്ങളൊക്കെയും നമുക്ക് തടയപ്പെട്ടാൽ, നിഷേധിക്കപ്പെട്ടാൽ നമുക്ക് എങ്ങോട്ടേക്ക് പോകാം? കോടതിയെ സമീപിക്കാൻ കഴിയും. വെറും കോടതികളല്ല, ഡയറക്റ്റ് പോകാം. സുപ്രീം കോടതിയിലേക്കോ ഹൈക്കോടതിയിലേക്കോ നമുക്ക് പോകാം. മൗലിക അവകാശങ്ങൾ നമുക്ക് ന്യായവാദാർഹമാണ്, ജസ്റ്റീഷ്യബിൾ ആണ്, സംശയമേ ഇല്ല. സോ അതുകൊണ്ട് തന്നെ ഈ മുകളിൽ പറഞ്ഞ 6 അവകാശങ്ങൾ കിട്ടണമെങ്കിലും ഏറ്റവും പ്രാധാന്യമുള്ള അവകാശമാണ് 32 പറയുന്നു. എന്താ പറയുന്നത്? മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അത് 25 മുതൽ 28 വരെയാണെന്ന് നിങ്ങൾക്ക് അറിയാം. 25 മുതൽ 28 വരെയാണ്. നിയമത്തിന് മുന്നിൽ സമത്വം, നിയമം മുഖേന തുല്യ സംരക്ഷണം. സമത്വത്തിനുള്ള അവകാശത്തിലാണ് ഈക്വൽ ബിഫോർ ലോ, ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള സംരക്ഷണം, റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി 21. ഇനി ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ ഏതാ? 32. അപ്പൊ രണ്ട് രീതിയിൽ ചോദിക്കാം. എനിക്കും നിങ്ങൾക്കും ഈ രാജ്യത്തെ മൗലിക അവകാശങ്ങൾ തടയപ്പെട്ടാൽ, നിഷേധിക്കപ്പെട്ടാൽ കോടതികളെ സമീപിക്കാം, അത് നേടിയെടുക്കാം. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടനയിലെ ഹൃദയവും ആത്മാവും, ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച ആർട്ടിക്കിൾ ഏതാ? 32. ആർട്ടിക്കിൾ 32 ആണ്. പ്രത്യേകത എന്താ? റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, അഥവാ ഭരണഘടനാപരമായ പരിഹാരങ്ങൾ കാണുന്നതിനുള്ള അവകാശമാണത്. ഓക്കെ, ക്ലിയർ ആണ്. അപ്പോ ഹൃദയവും ആത്മാവും എന്ന് ആര് വിശേഷിപ്പിച്ചു? ഡോക്ടർ BR അംബേദ്കർ. ഏത് ആർട്ടിക്കിളിനെ വിശേഷിപ്പിച്ചു? ആർട്ടിക്കിൾ 32. എന്താ പറയുന്നത്? റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡീസ്, അഥവാ ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. ഓക്കെയാണ്. മൂന്നാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. മൂന്നാമത്തെ ചോദ്യം 13/2024 ചോദ്യപേപ്പറാണ്. ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഏത് വർഷത്തിലാണ് എന്നതാണ് ചോദ്യം. അപ്പൊ ആ ചോദ്യം എവിടെ നിന്നാ? മനുഷ്യാവകാശ സംരക്ഷണ നിയമം എന്ന ഭാഗത്ത് നിന്നുമാണ്. നോക്കിക്കേ, ഫുള്ളായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. നമ്മുടെ രാജ്യത്ത് മനുഷ്യാവകാശ പ്രശ്നങ്ങളിൽ ഇടപെടാനും മനുഷ്യാവകാശ കമ്മീഷനുകൾ ദേശീയ തലത്തിൽ സംസ്ഥാന തലത്തിലും രൂപീകരിക്കാനും മനുഷ്യാവകാശ കോടതികളുടെ രൂപീകരണത്തിനും കാരണമായ ഏറ്റവും പ്രധാനപ്പെട്ട നിയമമാണ് 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമം. എക്സാമിന് ആ ചോദ്യം മാത്രം ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ മനുഷ്യാവകാശ നിയമത്തിന്റെ പേര് എന്താണെന്ന് മാത്രം ചോദിച്ചിട്ടുണ്ട്, മെയിൻസ് പരീക്ഷകളിൽ ഉൾപ്പെടെ. അപ്പൊ പഠിച്ചു വെക്കുക. 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമം, ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ആക്ട് 1993. 1 മാർക്കാണ്, തെറ്റിക്കുകയേ ചെയ്യരുത്. ചോദ്യം ഇവിടെ എന്താ? ആ നിയമം വന്നതുകൊണ്ടാണ് എന്ത് വന്നത്? ആ നിയമപ്രകാരം വന്നൊരു സ്ഥാപനമാണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, അഥവാ NHRC, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്ന സ്ഥാപനമാണ് NHRC. ഈ NHRC ഒരു ഡാഷ് ബോഡിയാണ്, ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. കാരണം നിയമപ്രകാരം വന്ന സ്ഥാപനം, നിയമാനുസൃത സ്ഥാപനമാണ്. 93 നിയമപ്രകാരം വന്ന സ്ഥാപനമായതുകൊണ്ട് ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അപ്പൊ ചോദ്യം എന്താ?
ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന സ്ഥാപനം നിലവിൽ വന്നത് ഏത് വർഷത്തിലാണ്? ഓപ്ഷനിൽ വർഷം, മാസം, ഡേറ്റ് ഉൾപ്പെടെ ചോദിച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് പഠിച്ചോളാം. 93 നവംബർ 11, 92 ഒക്ടോബർ 11, 93 ഒക്ടോബർ 12, 94 നവംബർ 11. കൃത്യമായ ഉത്തരം എന്താണ്? 1993 ഒക്ടോബർ മാസം 12-ാം തീയതിയാണ് എന്ത് വരുന്നത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത്. NHRCയുടെ സ്ഥാപനം 93 ഒക്ടോബർ 12. റിപ്പീറ്റഡ് ചോദ്യമാണ്. ന്യൂഡൽഹിയിലാണ് NHRCയുടെ ആസ്ഥാനം. ന്യൂഡൽഹിയിലാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം. ന്യൂഡൽഹിയിലാണ് വരുന്നത്. മാനവ് അധികാർ ഭവൻ, ന്യൂഡൽഹി. ഈ ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലാണ്. സെൻട്രൽ ഹോം മിനിസ്ട്രിക്ക് കീഴിലാണ്. നിലവിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷായാണ്. ഓക്കെ, എനിവേ ഇവിടെ നിന്നും സ്ഥിരമായി ചോദിക്കുന്ന മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് ഈ നിയമം നിലവിൽ വന്ന ഡേറ്റ് ചോദിക്കും. അതുകൊണ്ട് തന്നെ രണ്ടും തമ്മിൽ മാറിപ്പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കമ്മീഷൻ നിലവിൽ വന്ന ഡേറ്റ് ആണ് 93 ഒക്ടോബർ 12. എന്നാൽ നിയമം നിലവിൽ വന്നത് ഇതേ വർഷം സെപ്റ്റംബർ മാസം 28-ാം തീയതിയാണ്. തെറ്റിപ്പോവരുത്. ഓക്കെ, രണ്ട് കാര്യങ്ങളാണ്, 2 മാർക്കാണ് അവിടെ കിട്ടുക. 93 മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 93 സെപ്റ്റംബർ മാസം 28-ാം തീയതി. അതുപ്രകാരം ഈ സ്ഥാപനം നിലവിൽ വന്നത് 93 ഒക്ടോബർ 12. ക്ലിയർ ആണ്, വ്യക്തമാണ്, തെറ്റിക്കേ ചെയ്യരുത്. ഓക്കെ, മുന്നോട്ട് പോവുകയാണെ, ശ്രദ്ധിച്ചോളുക. 4ാമത്തെ ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. 233/2023 ചോദ്യപേപ്പർ ആണ്. 1950 ജാനുവരി 24 ഭരണഘടനാ നിർമ്മാണ സഭ ജനഗണമനയുടെ ഏത് ഭാഷയിലുള്ള പതിപ്പിനാണ് അംഗീകാരം നൽകിയത്? ആ ചോദ്യത്തിൽ തന്നെ 1-2 പോയിന്റുകൾ, ആൻസറുകൾ തന്നെ ഉണ്ട്. കാരണം ദേശീയ ഗാനത്തെ സംബന്ധിക്കുന്ന ചോദ്യമാണെന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്തു. കാരണം ദേശീയ ഗാനമാണ്, നാഷണൽ ആന്തമാണ് ജനഗണമന. ഓക്കെ ആണ്. ചോദ്യം എന്താ? ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗാനത്തെ അല്ലെങ്കിൽ ജനഗണമനയെ ദേശീയ ഗാനമായി അംഗീകരിച്ച ഡേറ്റ് ഏതാ? 1950 ജാനുവരി മാസം 24-ാം തീയതിയാണ്. ആ ഡേറ്റ് 1 മാർക്കാണ്. 1950 ജാനുവരി മാസം 24-ാം തീയതി ദേശീയ ഗാനമായ ജനഗണമനയെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി അംഗീകരിച്ചു. ആണല്ലോ. ചോദ്യം എന്താണ്? ഏത് ഭാഷയിലുള്ള പതിപ്പിനാണ് അംഗീകാരം നൽകിയത്? സംശയം വേണ്ട, നോക്കാം. ഹിന്ദിയാണോ, മറാത്തിയാണോ, ബംഗാളിയാണോ, ഗുജറാത്തിയാണോ എന്ന് ചോദിച്ചാൽ കൃത്യമായ ആൻസർ പറ. ദേശീയ ഗാനമായ ജനഗണമനയുടെ ഏത് ഭാഷയിലുള്ള പതിപ്പിനാണ് 50 ജാനുവരി 24 അംഗീകാരം ലഭിച്ചത്? ബംഗാളി ഭാഷയിലാണ്. സംശയം വേണ്ട. രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ഇന്ത്യയുടെ ജനഗണമന ബംഗാളി ഭാഷയിലുള്ള പതിപ്പിനാണ് അംഗീകാരം ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, 5ാമത്തെ ചോദ്യത്തിലേക്കാണ് വരുന്നത്. 233/2023 ചോദ്യപേപ്പറിലേക്ക് വന്നാൽ മൗലിക കർത്തവ്യങ്ങൾ. അപ്പൊ അടുത്ത ചോദ്യം കടമകൾ എന്ന ഭാഗത്ത് നിന്നുമാണ്. ഈ രാജ്യത്ത് ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഇന്ത്യൻ പൗരന്മാർ രാജ്യത്തോട് ചെയ്യേണ്ട, രാജ്യത്തോട് കാണിക്കേണ്ട ചില ഉത്തരവാദിത്തങ്ങൾ, മൗലിക കടമകൾ അഥവാ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ സംബന്ധിച്ചുള്ള ഒരു ചോദ്യമാണ്. എന്താ പറയുന്നത്? മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഏത് ഭേദഗതി അനുസരിച്ചാണ്? കാരണം ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ഡേറ്റ്, വർഷം, മാസം നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ പറഞ്ഞേ. നമ്മുടെ ഭരണഘടന, കോൺസ്റ്റിറ്റ്യൂഷൻ, സുപ്രീം ലോ ഓഫ് ദ ലാൻഡ് നിലവിൽ വന്നത് 1950 ജാനുവരി മാസം 26-ാം തീയതിയാണ്. 50 ജാനുവരി 26-ന് ഭരണഘടന നിലവിൽ വന്നു. എന്നാൽ മനസ്സിലാക്കുക, ആ സമയത്ത് ഭരണഘടനയിൽ മൗലിക കടമകൾ എന്നൊരു ഭാഗം ഉണ്ടായിരുന്നില്ല. സ്റ്റേറ്റ്മെന്റ് ആണ്, ചോദിച്ചതാണ്. അതെ, ഭരണഘടന നിലവിൽ വരുമ്പോൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ടായിരുന്നില്ല, മൗലിക കടമകൾ അല്ലെങ്കിൽ കർത്തവ്യങ്ങൾ ഉണ്ടായിരുന്നില്ല.
സ്വാഭാവികം. ഇനി എന്നാൽ പിന്നീട് ഭരണഘടന ഭേദഗതി ചെയ്യുകയും ഇത് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. 1975 ജൂൺ 25 ഇന്ത്യയിൽ നടന്ന വലിയൊരു സംഭവം നിങ്ങൾക്കറിയാം. 1975 ജൂൺ 25 ദേശീയ അടിയന്തരാവസ്ഥ ഇന്ത്യയിൽ പ്രഖ്യാപിച്ചു. ആ സമയത്തുണ്ടായ സംഘർഷങ്ങളെ തുടർന്ന് 75-76 കാലഘട്ടത്തിൽ അവകാശങ്ങൾ മാത്രം പൗരന്മാർക്ക് കൊടുത്താൽ പോരാ, അവർക്ക് രാജ്യത്തോട് ചില കടമകളും ഉത്തരവാദിത്തങ്ങളും ഉണ്ടാവണം എന്ന ഒരു ഐഡിയയിൽ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയമാണ്. ഫക്രുദ്ദീൻ അലി അഹമ്മദാണ് ആ സമയത്തെ രാഷ്ട്രപതി. 1976 42ാം ഭേദഗതി പ്രകാരമാണ്, 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് പ്രകാരം മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. 42ാം ഭേദഗതി 1976 കൂട്ടിച്ചേർക്കുന്നത്. പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ 77 ജാനുവരി 3 മുതൽ ഇതിന് പ്രാബല്യം ലഭിച്ചു. അതുപോലെ മൗലിക കടമകൾ പ്രത്യേകമായി ഒരു ഭാഗം 4A എന്നൊരു ഭാഗത്തേക്ക് ആർട്ടിക്കിൾ അനുച്ഛേദം 51A ഉൾപ്പെടുത്തുകയാണ്. അപ്പോ 42ാം ഭേദഗതിയിലൂടെ മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാവുന്നു. ഭാഗം പാർട്ട് 4A 4A ആർട്ടിക്കിൾ 51A വരുന്നത്. അങ്ങനെ ആ സമയത്ത് ഭേദഗതിയിലൂടെ 10 കടമകളാണ് 10 കടമകളാണ് എന്ത് ചെയ്തത്, കൂട്ടിച്ചേർത്തത്. A മുതൽ J വരെ 10 കടമകളാണ് 42ാം ഭേദഗതിയിലൂടെ ആഡ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഇവിടെ ശരിയായ ഉത്തരം 42nd അമെൻമെന്റ് ചെറു ഭരണഘടന അഥവാ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭേദഗതിയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് വന്നാൽ 233/2023 ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏതാണ് എന്നതാണ് ചോദ്യം. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം സിംഹം, കടുവ, വരയാട്, ആന. നാഷണൽ ഹെറിറ്റേജ് ആനിമൽ ആണ് ചോദിച്ചത്. ദേശീയ പൈതൃക മൃഗം ആനയാണ്. ഇന്ത്യൻ എലഫന്റ് ആണ് ദേശീയ പൈതൃക മൃഗം. ഇന്ത്യൻ എലഫന്റ് ആണ്. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗമായ ഇന്ത്യൻ ആനയുടെ ശാസ്ത്രീയ നാമം എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ് എന്നതാണ്. എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ് എന്നതാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, കടുവ ഇവിടെ കാണാമല്ലോ. കടുവയുടെ ചോദ്യം എന്താ? ഇന്ത്യയുടെ ദേശീയ മൃഗം നാഷണൽ ആനിമൽ എന്ന് മാത്രമാണ് ചോദ്യമെങ്കിൽ അത് കടുവയാണ്. പാന്തേറ ടൈഗ്രീസ് ആണ്. ഓക്കെ, ശ്രദ്ധിച്ചേ. ഇന്ത്യയുടെ പൈതൃക മൃഗം ഇന്ത്യൻ ആന, എലഫസ് മാക്സിമസ് ഇൻഡിക്കസ്. ഇന്ത്യയുടെ ദേശീയ മൃഗമെന്ന് മാത്രമാണ് ചോദ്യമെങ്കിൽ നാഷണൽ ആനിമൽ കടുവയാണ്, പാന്തേറ ടൈഗ്രീസ് എന്ന് പഠിക്കുക. ഇനി ദേശീയ പക്ഷിയാണ് ആര്? ദേശീയ പക്ഷി പീകോക്ക് ആണ്, മയിലാണ്. പാവോ ക്രിസ്റ്റാറ്റസ് എന്നാണ് അതിന്റെ ശാസ്ത്രീയ നാമം. പാവോ ക്രിസ്റ്റാറ്റസ്, മാറിപ്പോവരുത്. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ആന, എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ്. ഇന്ത്യയുടെ ദേശീയ മൃഗം കടുവയാണ്, ബംഗാൾ ടൈഗർ ആണ്, പാന്തേറ ടൈഗ്രീസ്. ദേശീയ പക്ഷി മയില്, പാവോ ക്രിസ്റ്റാറ്റസ് എന്ന് പഠിക്കുക. ഇനി എക്സാമിന് ചോദിച്ചു, ദേശീയ പുഷ്പം എന്ന് ഔദ്യോഗികമായി പറയുന്നില്ല എങ്കിലും എക്സാമിന് ചോദിച്ച ചോദ്യം ഇതാണ്: താമരയുടെ ശാസ്ത്രീയ നാമം. താമരയുടെ ശാസ്ത്രീയ നാമം എന്താ? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നിലംപോസ് ന്യൂസിഫെറ എന്ന് പഠിക്കുക. നിലത്താണല്ലോ, നിലത്തുനിന്ന് താമര നമ്മൾ പിക്ക് ചെയ്തെടുക്കുന്നതായിട്ട് ഓർക്കുക. നിലംപോസ് ലൂസിഫെറ എന്ന് പഠിക്കുക. ഓക്കെ, നിലംപോസ് ന്യൂസിഫെറ. ഓക്കെ, സോ ദേശീയ പൈതൃക മൃഗം ആന, ദേശീയ മൃഗം കടുവ, ദേശീയ പക്ഷി മയില്, താമരയുടെ ശാസ്ത്രീയ നാമം നിലംപോസ് ന്യൂസിഫെറ എന്ന് പഠിക്കുക. ഓക്കെ, മുന്നോട്ട് പോകുന്നു. അടുത്ത ചോദ്യത്തിലേക്കാണ്. 7ാമത്തെ ചോദ്യത്തിലേക്ക് വന്നാൽ 141/2023 ചോദ്യപേപ്പർ ഒരു സ്റ്റേറ്റ്മെന്റ് ചോദ്യമാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ പറ്റിയുള്ള ചോദ്യം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം തന്നെ ചോദ്യം വായിക്കുമ്പോൾ ഈ കാര്യം നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ബാക്കി സ്റ്റേറ്റ്മെന്റ്സിലേക്ക് പോകാൻ.
ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? മനുഷ്യാവകാശ ലംഘനം നടത്തുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ കമ്മീഷന് അധികാരമുണ്ട് എന്നൊരു സ്റ്റേറ്റ്മെന്റ് കാണാം. എടാ, ഈ ഒരു ചാപ്റ്റർ സ്കൂൾ പാഠപുസ്തകത്തിൽ ജനാധിപത്യത്തിന്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ എന്ന രീതിയിൽ പുതിയ SCERT നിങ്ങൾക്ക് കാണാൻ കഴിയും. അവിടെ ഈ പറയുന്ന കമ്മീഷനുകളെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. സോ ചുമതലകളും അധികാരങ്ങളും അവിടെയും പറയുന്നുണ്ട്. ആദ്യം തന്നെ മനസ്സിലാക്കുക, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന സ്റ്റാറ്റ്യൂട്ടറി ബോഡിക്ക് ഒരുപാട് അധികാരങ്ങളും ചുമതലകളും റെസ്പോൺസിബിലിറ്റീസും ഉണ്ട്. പക്ഷേ ശിക്ഷ നൽകാനുള്ള അധികാരമില്ല. അന്വേഷണം നടത്താനും അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കാനും ശിക്ഷകൾ ശിപാർശ ചെയ്യാം, അഡ്വൈസ് ചെയ്യാമെന്നേ ഉള്ളൂ. നേരിട്ട് ശിക്ഷിക്കാനുള്ള അധികാരമില്ല. സോ ലംഘനം നടത്തുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ കമ്മീഷൻ അധികാരമുണ്ടെന്ന് പറഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഓക്കെ, ശ്രദ്ധിച്ചോണേ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ഡോക്ടർ രംഗനാഥ മിശ്ര ആണ്. ആ പോയിന്റ് ശ്രദ്ധിച്ചേ. അതായത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ആകെ 6 പേരാണുള്ളത്. സ്ഥിരം ചോദ്യമാണത്. NHRCയിൽ ആകെ 6 പേരാണുള്ളത്. 1+5 എന്ന് പഠിക്കുക, തെറ്റിപ്പോകരുത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ആകെ അംഗങ്ങൾ 6, ഒരു ചെയർപേഴ്സണും 5 അംഗങ്ങളും. 1+5. സോ ചോദ്യം എന്താ? മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ, അതൊരു സ്റ്റാറ്റിക് ഫാക്റ്റ് ആണ്. എത്ര നാൾ കഴിഞ്ഞാലും ആദ്യത്തെ ചെയർപേഴ്സണെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ആദ്യത്തെ ചെയർപേഴ്സൺ ആരാണ്? ഡോക്ടർ രംഗനാഥ മിശ്ര. ജസ്റ്റിസ് രംഗനാഥ മിശ്ര എന്നാണ് വരേണ്ടത്. ഓക്കെ, ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്. പ്രസ്താവന ശരിയാണ്. ഓക്കെ, ജസ്റ്റിസ് രംഗനാഥ മിശ്ര എന്ന് കൃത്യമായിട്ട് വായിക്കാം. ആദ്യത്തെ ചെയർമാൻ. ഇനി മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച പരാതികളിൽ അന്വേഷണം നടത്താൻ കമ്മീഷന് അധികാരമുണ്ട്. പ്രധാനപ്പെട്ട ദൗത്യം അതാണ്. ഫസ്റ്റത്തെ അവരുടെ ജോലിയാണ്. ശരിയാണ്. മനുഷ്യാവകാശ ലംഘനങ്ങളെ സംബന്ധിച്ച് വരുന്ന പരാതികളിൽ എന്ത് ചെയ്യാം? അന്വേഷണം നടത്താനുള്ള അധികാരം മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ട്. ഓക്കെ, ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ 1993 പാർലമെന്റ് പാസാക്കിയ മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരം നിലവിൽ വന്ന സ്ഥാപനമാണ്. ആ സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിച്ചേ. 93 മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരം നിലവിൽ വന്ന സ്ഥാപനമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ക്ലിയർ ആണോ? സംശയമുണ്ടോ? ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണല്ലേ? 93 ഒക്ടോബർ 12 ആ സ്ഥാപനം നിലവിൽ വന്നു എന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, 4 പ്രസ്താവനകളിൽ ചോദ്യം എന്താണ്? തെറ്റായത് കണ്ടെത്തുക എന്നാണ്. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റായിരുന്നു. ശിക്ഷാ നടപടികൾ എടുക്കാൻ കഴിയില്ല, ശിപാർശ ചെയ്യാം, അഡ്വൈസ് ചെയ്യാം. ബാക്കി കറക്റ്റ് ആയിട്ടുള്ള 3 സ്റ്റേറ്റ്മെന്റുകളും ക്ലിയർ കട്ടായിട്ട് മനസ്സിൽ വേണം. ഒന്നാമത് പഠിച്ചു, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ, പ്രഥമ ചെയർപേഴ്സൺ ജസ്റ്റിസ് രംഗനാഥ മിശ്ര. പ്രസ്താവന ശരി. രണ്ടാമത് പറയുന്നു, മനുഷ്യാവകാശ ദംശനങ്ങളിലുമായി ബന്ധപ്പെട്ട പരാതികളിൽ അന്വേഷണം നടത്താനുള്ള അധികാരമുണ്ട്. പ്രസ്താവന ശരി. മൂന്നാമത് പറയുന്നു, ഈ ഒരു കമ്മീഷൻ ഒരു നിയമാനുസൃത സ്ഥാപനമാണ്. 93 മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരം ഈ സ്ഥാപനം നിലവിൽ വന്നു. ഓക്കെ ആണ്. സോ തെറ്റായ പ്രസ്താവന A മാത്രം എന്ന് പഠിക്കുക. ഓക്കെ, ഇനി 8ാമത്തെ ചോദ്യം 154/2023 ക്വസ്റ്റ്യൻ കോഡ്. താഴെ കൊടുത്തിട്ടുള്ള മൗലിക അവകാശങ്ങളുമായി ബന്ധമില്ലാത്തത് ഏതെല്ലാം? ഫണ്ടമെന്റൽ റൈറ്റ്സുമായി ബന്ധപ്പെട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്ക് നോക്കാം. മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ 3ാം ഭാഗത്തിൽ പ്രതിപാദിക്കുന്നു. എടാ, ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ മൗലിക അവകാശങ്ങളെ ഭരണഘടനയുടെ ഭാഗം 3ലാണ് പരാമർശിക്കുന്നത്. പ്രസ്താവന ശരിയാണല്ലേ? ശരിയാണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് ഭാഗം 3ലാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ. ഇനി ഐറിഷ് ഭരണഘടനയോട് കടപ്പെട്ടിരിക്കുന്നു. മൗലിക അവകാശങ്ങൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന ആശയം ഐറിഷ് ഭരണഘടനയിൽ നിന്ന് അല്ല. പിന്നെ എവിടെ നിന്നാണെന്ന് നിങ്ങൾ പറ? USA അല്ലെങ്കിൽ അമേരിക്ക, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ നിന്നാണ് മൗലിക അവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിട്ടുള്ളത്.
സോ ഭാഗം 3 മൗലികാവകാശങ്ങൾ കടമെടുത്തത് USA അമേരിക്കയിൽ നിന്നാണ്. ഇനി ശ്രദ്ധിച്ചേ, ഇന്ത്യൻ ഭരണഘടനയിൽ 5 വിധത്തിലുള്ള മൗലിക അവകാശങ്ങളുണ്ട്. 5 ടൈപ്പ് അല്ല, 6 ടൈപ്പാണ്. 6 ടൈപ്പാണ്. 12 മുതൽ 35 വരെ മൗലിക അവകാശങ്ങളെ സംബന്ധിക്കുന്നതാണ്. അതിൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ 14 മുതൽ 32 വരെ 6 മൗലിക അവകാശങ്ങളെ സംബന്ധിച്ചാണ് പഠിക്കാനുള്ളത്. 14 മുതൽ 18 വരെ സമത്വത്തിനുള്ള അവകാശമാണ്. 19 മുതൽ 22 വരെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. 23, 24 ചൂഷണത്തിനെതിരെയുള്ള സംരക്ഷണം. 25 മുതൽ 28 വരെ മതസ്വാതന്ത്ര്യം. 29, 30 സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ. 32 ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശങ്ങൾ. സോ 5 അവകാശങ്ങളല്ല, ഇന്ത്യൻ ഭരണഘടനയിൽ 6 വിധത്തിലുള്ള മൗലിക അവകാശങ്ങളുണ്ട്. 6 വിധത്തിലുള്ള അവകാശങ്ങളുണ്ട്. അപ്പൊ ചോദ്യം എന്തായിരുന്നു? താഴെ കൊടുത്തിട്ടുള്ളവയിൽ മൗലിക അവകാശങ്ങളുമായി ബന്ധമില്ലാത്തത് ഏതെല്ലാം നോക്കാം നമുക്ക്. ഭാഗം 3 ഫണ്ടമെന്റൽ റൈറ്റ്സ് ബന്ധമുണ്ട്. ഇനി ഐറിഷ് ഭരണഘടന എന്ന് പറഞ്ഞു, അപ്പൊ 2ന് ബന്ധമില്ല. 3, 5 വിധം എന്ന് പറഞ്ഞു, അതിനും ബന്ധമില്ല. അപ്പൊ 2, 3 എന്നിവയ്ക്ക് ബന്ധമില്ലാത്തതാണ് ചോദിച്ചത്. ഓക്കെ, സോ ക്ലിയർ ചെയ്ത് പഠിക്കുക. കോൺസ്റ്റിറ്റ്യൂഷനിലെ ഭാഗം 3-ൽ 6 ടൈപ്പ് ഓഫ് മൗലിക അവകാശങ്ങൾ. അമേരിക്കയിൽ നിന്നെടുത്ത ആശയം. 12 മുതൽ 35 വരെയാണ് ഇത് പ്രതിപാദിക്കുന്നത്. ഓക്കെ, ശ്രദ്ധിച്ചേ. ഇന്ത്യയുടെ മൗലിക അവകാശങ്ങളുടെ ശില്പിയായി അറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇന്ത്യയുടെ ഭരണഘടനയുടെ ആണിക്കല്ല്, ഇന്ത്യയുടെ മാഗ്ന കാർട്ട, സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ എന്നിങ്ങനെയൊക്കെ വിശേഷണമുള്ള ഭാഗമാണ്. ഇന്ത്യയുടെ ഭരണഘടനയുടെ ആണിക്കല്ല്, സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ, ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നിങ്ങനെ വിശേഷണമുള്ള ഭാഗമാണ് ഭാഗം 3. ഇനി 9ാമത്തെ ചോദ്യത്തിലേക്ക് വന്നാൽ 141/2023 പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. വന്ദേ മാതരം എന്ന രാഷ്ട്രഗീതം 882 ബംഗാളി നോവലിസ്റ്റായ ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ ഒരു നോവലിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അപ്പൊ ചോദ്യത്തിൽ തന്നെ 3ഓളം പോയിന്റുകൾ. ഇന്ത്യയുടെ ദേശീയ ഗീതം, നാഷണൽ സോങ് ആയ ഏത്? വന്ദേ മാതരം. വന്ദേ മാതരം എന്ന ഇന്ത്യയുടെ ദേശീയ ഗീതം 882 ബംഗാളി നോവലിസ്റ്റായ ബങ്കിം ചന്ദ്ര ചാറ്റർജി. ശ്രദ്ധിക്ക്, ഫുൾ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തേ. ഇന്ത്യയുടെ ദേശീയ ഗീതം ഏതാ? ഇന്ത്യയുടെ നാഷണൽ സോങ് ഏതാ? അത് വന്ദേ മാതരം. എഴുതിയത് ബംഗാളി നോവലിസ്റ്റായ ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. 882 ശ്രദ്ധിച്ച ചോദ്യം എന്താണ് വരുന്നത്? എഴുതിയ ഒരു നോവലിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഏതാണ് ആ നോവൽ? അതായത് വന്ദേ മാതരം എന്ന ദേശീയ ഗീതം ഒരു നോവലിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. നമുക്ക് നോക്കാം. ബങ്കിം ചന്ദ്ര ചാറ്റർജി ബംഗാളിൽ നടന്ന ഒരു കലാപത്തെ ആസ്പദമാക്കി എഴുതിയ, സന്യാസി കലാപത്തെ ആസ്പദമാക്കി എഴുതിയ നോവലാണ് കപാല കുണ്ടല, ദുർഗേശ നന്ദിനി, ഗീതാഞ്ജലി, ആനന്ദമഠം. കൃത്യമായ ഉത്തരമാണ്, ക്ലിയർ ആണ്. 1882 ബംഗാളി എഴുത്തുകാരനായ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിൽ നിന്നെടുത്തിട്ടുള്ളതാണ് ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം. എക്സാമിന് ചോദിക്കും. ഇതേ ദേശീയ ഗാനവും ഗീതവും ഒരേ ഡേറ്റിലാണ് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചിട്ടുള്ളത്. 1950 ജാനുവരി മാസം 24-ാം തീയതി. അപ്പൊ ഒരേപോലെ പഠിക്കുക. ദേശീയ ഗാനമായ, നാഷണൽ ആന്തമായ ജനഗണമനയും വന്ദേ മാതരം എന്ന ദേശീയ ഗീതവും ഒരേ ഡേറ്റ് 50 ജാനുവരി 24 അംഗീകരിച്ചു. ഓക്കെ, കൃത്യമാണ്. റിപ്പീറ്റ് ചെയ്യുന്ന ഉറപ്പുള്ള ചോദ്യമാണിത്. ഓക്കെ, പ്രത്യേകിച്ച് ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ട് നിലവിൽ വലിയ രീതിയിലുള്ള ചർച്ചകളും ഡിബേറ്റുകളും വിവാദങ്ങളും ഉള്ള ഒരു സമയം കൂടിയാണ്. സോ ശ്രദ്ധിച്ചോളുക. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വന്നാൽ 10ാമത്തെ ചോദ്യമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന. 10ാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് എന്നതാണ് ചോദ്യം. 166/2023. എടാ, 23-ൽ ഈ ചോദ്യം ചോദിക്കുമ്പോഴുള്ള ആളല്ല ഇന്ന് ഈ 26-ൽ
നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ചോദ്യം മനസ്സിലാക്കുക, ആൻസർ നമ്മൾ കറണ്ട് ആയിട്ടുള്ള കാര്യം കൃത്യമായിട്ട് അപ്ഡേറ്റ് തരും. നോക്കുക, അന്നത്തെ പാലാട്ട് മോഹൻദാസ്, വിൻസൻ എം പോള്, വിശ്വാസ് മേത്ത, സിബി മാത്യൂസ്. നമുക്ക് ആ ഒരു ആൻസർ ഇപ്പൊ വേണ്ടതില്ല. നിലവിൽ കേരളത്തിലെ ഇൻഫർമേഷൻ കമ്മീഷനിൽ, കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ നിലവിലത്തെ കേരള സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആയിട്ടുള്ളത് വി ഹരി നായറാണ്. വി ഹരി നായർ, കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരി നായർ എന്ന് പഠിക്കുക. വിവരം വി ഹരി, സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരി നായർ എന്ന് പഠിക്കുക. 11ാമത്തെ ചോദ്യമാണ് 166/2023 ചോദ്യപേപ്പർ. ഇന്ത്യയിൽ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് എപ്പോഴാണ്? അതായത് നമ്മുടെ രാജ്യത്ത് വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ എന്നത് മൗലിക അവകാശമാണ്. പ്രസ്താവന ശരിയല്ലേ? റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്നത് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. സോ ചോദ്യം അത് സംബന്ധിച്ച് തന്നെയാണ്. ഇന്ത്യയിൽ വിദ്യാഭ്യാസം മൗലിക അവകാശമാവുന്നത് 2002 86 ഭേദഗതിയിലൂടെയാണല്ലേ. 2002 86 ഭരണഘടനാ ഭേദഗതി. അന്ന് പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി, പ്രസിഡന്റ് APJ അബ്ദുൽ കലാം കാലഘട്ടമാണ്. സോ 86 ഭേദഗതി 2002 പ്രകാരം വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമാക്കി 6 മുതൽ 14 വയസ്സ് വരെ നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റി. ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക അവകാശങ്ങളിൽ ആർട്ടിക്കിൾ ഏതിലാ? സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യമാണല്ലേ. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആർട്ടിക്കിൾ 21A ഉൾപ്പെടുത്തുകയാണ്. അപ്പൊ 86 ഭേദഗതി 2002 വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റുന്നു. പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി, പ്രസിഡന്റ് APJ അബ്ദുൽ കലാം. മൗലിക അവകാശങ്ങളിൽ ആർട്ടിക്കിൾ ഏതാ? 21A. ചോദ്യം എന്താണ്? ഇങ്ങനെ ഇത് സംബന്ധിച്ചൊരു നിയമനിർമ്മാണം നടക്കുന്നു. 2009 RTE ആക്ട് എന്നാ പറയുക, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009. നിയമത്തിനോടൊപ്പമുള്ള വർഷം 2009 ആണ്. വിദ്യാഭ്യാസ അവകാശ നിയമം 2009. ഈ 2009 വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്ന ഡേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റിക്കുകയേ ചെയ്യരുത്. 2009 വിദ്യാഭ്യാസ അവകാശ നിയമം 2010 ഏപ്രിൽ മാസം 1-ാം തീയതിയാണ് നിലവിൽ വരുന്നത്. ശ്രദ്ധിച്ചേ. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009 നിലവിൽ വരുന്നത് 2010 ഏപ്രിൽ 1. 2010 ഏപ്രിൽ 1 വിദ്യാഭ്യാസ അവകാശ നിയമം ഇന്ത്യ രാജ്യത്ത് നിലവിൽ വരുന്നു. 2010 ഏപ്രിൽ 1. ഓക്കെ, ടെക്സ്റ്റ് ബുക്കില് സ്കൂൾ കുട്ടികൾക്ക് ഇപ്പൊ ഇത് പഠിക്കാനുണ്ട്. ഇനി 12ാമത്തെ ചോദ്യത്തിലേക്ക് വന്നാൽ 213/2023 ചോദ്യപേപ്പർ. ഇന്ത്യയുടെ ദേശീയ ജലജീവിയായി ഗംഗാ ഡോൾഫിന് അംഗീകാരം ലഭിച്ച വർഷം. ഇന്ത്യക്ക് ഒരു ദേശീയ ജലജീവിയുണ്ട്, നാഷണൽ അക്വാറ്റിക് ആനിമൽ. ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിനാണ്. ഗംഗാ ഡോൾഫിനാണ് ദേശീയ ജലജീവി. ദേശീയ ജലജീവിയായി ഗംഗാ ഡോൾഫിനെ അംഗീകരിച്ച വർഷമാണ് 2001, 2009, 1999, 2007. കൃത്യമായ ആൻസർ ഗംഗാ ഡോൾഫിനെ ദേശീയ ജലജീവിയായി അംഗീകരിച്ചത്. നോക്കിയേ, ഡോൾഫിൻ ചാടുന്നത് പോലെ ഓർക്കുക. 2009 ദേശീയ ജലജീവിയായി ഗംഗാ ഡോൾഫിനെ അംഗീകരിച്ചത്. ഇത് ശുദ്ധജലത്തിൽ മാത്രം കാണപ്പെടുന്നതാണ്. ഇനി കണ്ണിന് കാഴ്ചയില്ലാത്തതുമാണ് ഗംഗാ ഡോൾഫിനുകൾ. ഇന്ത്യയുടെ ദേശീയ ജലജീവിയായി, നാഷണൽ അക്വാറ്റിക് ആനിമലായി ഔദ്യോഗികമായി തന്നെ നമ്മുടെ ഗംഗാ ഡോൾഫിനുകളെ അംഗീകരിച്ചു. 2009 ഒക്ടോബർ 5-ാം തീയതിയാണ് ഈ ഒരു ഒഫീഷ്യൽ അംഗീകാരം ലഭിക്കുന്നത് ഇന്ത്യയിൽ. അതുകൊണ്ട് തന്നെ 2009 ഒക്ടോബർ 5, ആ ഒക്ടോബർ 5 ദേശീയ ഡോൾഫിൻ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. ഒക്ടോബർ 5, 2009 ഒക്ടോബർ 5 ദേശീയ ജലജീവിയായി ഗംഗാ ഡോൾഫിനുകളെ അംഗീകരിക്കുന്നു. ഗംഗ, ബ്രഹ്മപുത്ര നദികളിലാണ് ഗംഗാ ഡോൾഫിനുകളെ കാണപ്പെടാറുള്ളത്. പ്ലാറ്റിനിസ്റ്റ ഗംഗാറ്റിക്ക എന്നതാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം. പ്ലാറ്റിനിസ്റ്റ ഗംഗാറ്റിക്ക.
അതേസമയം ദേശീയ മത്സ്യം ചോദിച്ചാൽ ഔദ്യോഗികമല്ല എങ്കിലും പൊതുവെ അംഗീകരിക്കപ്പെടുന്നത് ഇന്ത്യൻ മാക്രൽ അഥവാ അയല എന്ന് നമ്മൾ പറയുന്ന മത്സ്യം എന്ന് ചോദിച്ചാൽ ദേശീയ മത്സ്യം അയലയാണ് നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളത്. ദേശീയ ജലജീവിയാണ് ഡോൾഫിൻ. ഓക്കെ, പ്ലാറ്റിനിസ്റ്റ ഗംഗാറ്റിക്ക ഗംഗാ ഡോൾഫിൻ ആണ്. 2009 ഒക്ടോബർ മാസം 5-ാം തീയതി. ഇനി 13ാമത്തെ ചോദ്യം 239/2023 ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ആലപിക്കേണ്ട സമയ ദൈർഘ്യം. നമ്മുടെ നിത്യജീവിതത്തിൽ ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ ദേശീയ ഗീതം പല ഈവന്റുകളിൽ, പല പ്രധാനപ്പെട്ട വേദികളിൽ, സദസ്സുകളിൽ നമ്മൾ ദേശീയ ഗാനത്തിന്റെ ഭാഗമാവാറുണ്ട്. സോ ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കേണ്ട സമയം നോക്കിയാൽ 52 സെക്കൻഡ്, 54 സെക്കൻഡ്, 51 സെക്കൻഡ്, 53 സെക്കൻഡ്. കൃത്യമായ ഉത്തരം 52 സെക്കൻഡ് ആണ്. ദേശീയ ഗാനം പാടിത്തീർക്കേണ്ട സമയം, ആലപിക്കേണ്ട സമയം 52 സെക്കൻഡ് ആണ്. ഇതേ മാതൃകയിൽ ഒരു ചോദ്യം കൂടി ഉണ്ട്. ഏറ്റവും കുറഞ്ഞ സമയം, ചുരുങ്ങിയ രൂപമാണെങ്കിൽ 20 സെക്കൻഡ് കൊണ്ടാണ് പാടിത്തീർക്കേണ്ടത്. സോ ദേശീയ ഗാനമായ ജനഗണമന ആലപിക്കേണ്ടത് 52 സെക്കൻഡ് കൊണ്ട്, ഏറ്റവും കുറഞ്ഞ ചുരുങ്ങിയ സമയം 20 സെക്കൻഡ് കൊണ്ട് പാടി തീർക്കേണ്ടതാണ്. ഇന്ത്യയിൽ ദേശീയ ഗാനമായ ജനഗണമന ആദ്യമായിട്ട് ആലപിച്ചത് ഏത് സമ്മേളനത്തിലാണെന്ന് എക്സാമിന് ചോദിക്കാറുണ്ട്. 1911 കോൺഗ്രസിന്റെ കൊൽക്കത്ത സമ്മേളനത്തിലാണ് ആദ്യമായിട്ട് നാഷണൽ ആന്തം ആലപിക്കുന്നത്. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന എഴുതിയത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. എന്നാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1911 കൊൽക്കത്ത സമ്മേളനത്തിൽ ഇത് ആലപിച്ചത് സരളാ ദേവി ചൗദ് റാണിയാണ്. സരളാ ദേവി ചൗദ് റാണി എന്ന് പഠിക്കുക. ശങ്കരാഭരണം രാഗത്തിലാണ് ജനഗണമന ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. പതിനാലാമത്തെ ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? 202/2023 ജസ്റ്റിസ് MN വെങ്കട ചെല്ലയ്യ, ജസ്റ്റിസ് രംഗനാഥ മിശ്ര, ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ, ജസ്റ്റിസ് ES വെങ്കിട രാമയ്യ. ഓൾറെഡി നിങ്ങളൊരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനിൽ ഇത് കണ്ടിട്ടുണ്ടാവും. സോ നമുക്ക് അവിടെ കൂടുതൽ കാര്യങ്ങളിലേക്ക് വന്നാൽ, മനുഷ്യാവകാശ കമ്മീഷൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഒരു ചെയർപേഴ്സണും 5 അംഗങ്ങളും ഉൾപ്പെടെ 6 പേരാണുള്ളത്. ആദ്യത്തെ ചെയർപേഴ്സന്റെ ഉത്തരം നിങ്ങൾക്ക് അറിയാം, കൃത്യമാണ്, പറഞ്ഞോ, ജസ്റ്റിസ് രംഗനാഥ മിശ്ര. എന്നാൽ ഇപ്പോഴത്തെ ചെയർമാനെയാണ് എക്സാമിന് ചോദിക്കാൻ സാധ്യത കൂടുതൽ. വി രാമസുബ്രഹ്മണ്യം എന്ന് പഠിക്കുക. നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സൺ വി രാമസുബ്രഹ്മണ്യമാണ്. ഇനി മനസ്സിലായിക്കൊള്ളുക, ഒരു ചെയർപേഴ്സണും 5 അംഗങ്ങളും. അതിലെപ്പോഴും ചോദിക്കുന്നതാണ് ചെയർപേഴ്സന്റെ യോഗ്യത. കാരണം 93 നിയമം, മനുഷ്യാവകാശ സംരക്ഷണ നിയമം 2006 2019 ഭേദഗതി ചെയ്യപ്പെട്ടു. അതുപ്രകാരം ചെയർപേഴ്സൺ ആവാനുള്ള യോഗ്യത നിങ്ങളോട് ചോദിച്ചാൽ, ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടതിയിലെ ഏറ്റവും വലിയ പദവിയിൽ നിന്ന് വിരമിച്ച ആൾ എന്ന് മനസ്സിൽ വരണം. സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് വിരമിച്ച ഒരാൾ. ഇനി അദ്ദേഹം ഇല്ല എങ്കിൽ അതേ കോടതിയിലെ തൊട്ടടുത്ത സ്ഥാനത്തുള്ള ഒരാൾ, സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് വിരമിച്ച ഒരാൾ, അല്ലെങ്കിൽ സുപ്രീം കോടതിയിലെ ജഡ്ജി ആയിട്ട് വിരമിച്ച ഒരാൾ, റിട്ടയേർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഓർ റിട്ടയേർഡ് സുപ്രീം കോടതി ജഡ്ജിയാണ് ചെയർപേഴ്സൺ ആവാനുള്ള യോഗ്യത. അപ്പൊ ഒരാള്. ഇനി 5 അംഗങ്ങളില്ലേ, അതിൽ 3 പേർ മനുഷ്യാവകാശ മേഖലയുമായി ബന്ധമുള്ള ആളുകൾ. അതിലൊരാള് വനിതയായിരിക്കണം. ശ്രദ്ധിച്ചേ. അപ്പൊ ഒരു ചെയർപേഴ്സണും 5 അംഗങ്ങളും, ആകെ NHRCയിൽ 6 പേര്.
ചെയർപേഴ്സൺ ഇപ്പോഴുള്ളത് വി രാമസുബ്രഹ്മണ്യമാണ്. ചെയർപേഴ്സൺ ആവാനുള്ള യോഗ്യത സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിട്ടോ സുപ്രീം കോടതിയിലെ ജഡ്ജി ആയിട്ടോ വിരമിച്ച ആൾ ആയിരിക്കണം. 3 പേരുടെ യോഗ്യത മനുഷ്യാവകാശ മേഖലയിൽ പ്രാവീണ്യവും അറിവുമുള്ള ആളുകൾ, അതിലൊരാള് വനിത. 4 പേരെ പഠിച്ചു. ഇനി 2 പേര് അവർക്ക് കോടതിയുമായി ബന്ധമുണ്ട്. ഒരാൾ ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ്, ഒരാള് സുപ്രീം കോടതിയിലെ ജഡ്ജി, റിട്ടയേർഡ് ഓർ നിലവിലെ, കുഴപ്പമില്ല. അംഗങ്ങളിലേക്ക് വരുമ്പോൾ സുപ്രീം കോടതിയിലൊരു ജഡ്ജി, തൊട്ട് താഴെ ഹൈക്കോടതിയിലൊരു ചീഫ് ജസ്റ്റിസ്. 6 പേരാണുള്ളത്. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർമാനും അംഗങ്ങളും ഇവരെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ്, രാഷ്ട്രപതിയാണ്. നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ്, പ്രസിഡന്റ് ആണ്. എന്നാൽ ഇവരെ തിരഞ്ഞെടുക്കാൻ ഒരു സെലക്ഷൻ കമ്മിറ്റി ഉണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർമാനെയും 5 അംഗങ്ങളെയും, ആകെ 6 പേരെ തിരഞ്ഞെടുക്കാനൊരു കമ്മിറ്റി ഉണ്ട്. അതിലും 6 പേര് നിയമിക്കുന്നത് പ്രസിഡന്റ്, നീക്കം ചെയ്യുന്നത് പ്രസിഡന്റ്. പക്ഷെ സെലക്ട് ചെയ്യാനുള്ള സെലക്ഷൻ കമ്മിറ്റി പ്രത്യേകമുണ്ട്. അതിലും 6 പേര്. 6 പേരെ തിരഞ്ഞെടുക്കാൻ 6 പേര്. കൃത്യമായിട്ട് ശ്രദ്ധിക്കണം, സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യമാണ്. നോക്കിക്കേ, ഫുള്ളായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തേ. ആ 6 പേരെ പഠിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം ആദ്യത്തെ 2 പേര് 3, 4, 5, 6 ടീമായിട്ട് പഠിക്കുക. ഫസ്റ്റത്തത് പ്രധാനമന്ത്രിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർമാനെയും അംഗങ്ങളെയും തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയുടെ അധ്യക്ഷൻ. അത് മാത്രം ചോദിച്ചിട്ടുണ്ട്. NHRC ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർമാനെയും അംഗങ്ങളെയും തിരഞ്ഞെടുക്കാനുള്ള സെലക്ഷൻ കമ്മിറ്റിയുടെ അധ്യക്ഷൻ, ചെയർപേഴ്സൺ പ്രധാനമന്ത്രിയാണ്. ഓക്കെ, ഇനി ഇവിടെ ഒരു മന്ത്രി കൂടെ വന്നാൽ അത് ഏത് മന്ത്രി ആയിരിക്കും? ഞാൻ നേരത്തെ പറഞ്ഞു, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ പ്രവർത്തിക്കുന്നത് ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലാണ്, ഹോം മിനിസ്ട്രിക്ക് കീഴിലാണ്. അപ്പൊ കേന്ദ്ര ആഭ്യന്തര മന്ത്രിയും സെലക്ഷൻ കമ്മിറ്റിയിലുണ്ട്. ശ്രദ്ധിക്കണേ, തെറ്റിക്കരുത്. ഫുള്ളായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തേ. മാർക്കാണിതെല്ലാം. ഓക്കെ, അപ്പൊ 2 പേരെ കിട്ടി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർപേഴ്സണെയും അംഗങ്ങളെയും തിരഞ്ഞെടുക്കുന്ന സെലക്ഷൻ കമ്മിറ്റിയിൽ 6 പേര് പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി. ശ്രദ്ധിച്ചേ, ഫുള്ളായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തേ. ഇനി ലോക്സഭ എടുക്കുക. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ്, ഒപ്പോസിഷൻ ലീഡർ. അപ്പൊ നേരെ ഇനി രാജ്യസഭ എടുക്കുക. രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ്. ഓക്കെ ആണ്. ഇനി 4 പേരെ കിട്ടി. പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ്. ഇനി ലാസ്റ്റ് 2 പേര് ലോക്സഭയുടെ സ്പീക്കർ, ലോക്സഭയുടെ അധ്യക്ഷനായ സ്പീക്കർ, ലോക്സഭയുടെ അധ്യക്ഷൻ സ്പീക്കർ, രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ അല്ലെങ്കിൽ ഉപാധ്യക്ഷൻ എന്ന് പഠിക്കുക. അപ്പൊ 6 പേരെ തിരഞ്ഞെടുക്കാൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർമാൻ ഉൾപ്പെടെയുള്ള 6 പേരെ തിരഞ്ഞെടുക്കാനുള്ള സെലക്ഷൻ കമ്മിറ്റിയിൽ 6 പേര്. അധ്യക്ഷൻ പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രിയുണ്ട്, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ്, ലോക്സഭാ സ്പീക്കർ, രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ, ഉപാധ്യക്ഷൻ. നിയമിക്കുന്നത്, നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. ഇവരുടെ NHRCയിലെ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി 3 വർഷം 70 വയസ്സ്. 3 വർഷം 70 വയസ്സ്. നിയമനം, നീക്കം ചെയ്യൽ പ്രസിഡന്റ്. എന്നാൽ ഇവർ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നതും ഇവർക്ക് ശമ്പളവും ആനുകൂല്യവും നൽകുന്നതും കേന്ദ്ര സർക്കാരാണ്. മാറിപ്പോവല്ലേ? ആകെ NHRCയിൽ ഒരു ചെയർപേഴ്സണും 5 അംഗങ്ങൾ ഉൾപ്പെടെ 6 പേര്. തെരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിലും 6 പേര്. നിയമിക്കുന്നത്, നീക്കം ചെയ്യുന്നത് പ്രസിഡന്റ്, രാഷ്ട്രപതി. എന്നാൽ ശമ്പളം, ആനുകൂല്യങ്ങൾ നൽകുന്നതും വാർഷിക റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതും കേന്ദ്ര സർക്കാരിനാണ്. ഇമ്പോർട്ടന്റ് ആണ്. കാലാവധി എത്രയാ? 3 വർഷം 70 വയസ്സാണ്. ശ്രദ്ധിച്ചേ. 15ാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. ദേശീയ മുദ്രയുടെ ചുവട്ടിൽ. അപ്പോൾ എക്സാമിന്റെ ചോദ്യം, 1ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങളിൽ ഇന്ത്യയുടെ നാഷണൽ സിംബൽ ആയിട്ട് ദേശീയ മുദ്ര ഏതാ? ഇന്ത്യയുടെ ദേശീയ മുദ്ര കറൻസി നോട്ടുകളിലും ഇന്ത്യയുടെ ഔദ്യോഗിക രേഖകളിലും പ്രധാനമായും കാണുന്ന റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്ന് ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു ചിഹ്നമുണ്ട്. അത് സിംഹമുദ്രയാണ്. ലയൺ സിംബൽ ഓഫ് അശോക എന്നാ പറയുക.
സോ ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന സത്യമേവ ജയതേ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. നമ്മുടെ ദേശീയ മുദ്രയായ സിംഹമുദ്രയിൽ സത്യമേ വജയതേ എന്ന ആലേഖനം ചെയ്തിട്ടുണ്ട്. അതായത് ട്രൂത്ത് അലോൺസ് ട്രയംഫ്, സത്യമേ വിജയിക്കൂ എന്ന വാക്യം ഏത് ലിപിയിലാണ് എഴുതിയിരിക്കുന്നത്? ദേശീയ ചിഹ്നമായ ദേശീയ മുദ്രയായ സിംഹമുദ്രയിലെ സത്യമേ വജയതേ എന്നത് ഏത് ലിപിയിലാണ്? നോക്കാം. ദേവനാഗിരി ലിപി, ഉറുദു, ബംഗാളി, കൊങ്കിണി. കൃത്യമായിട്ട് പഠിച്ചോളാം. ദേവനാഗിരി ലിപിയിലാണ്. തെറ്റിക്കരുത്. ഇന്ത്യയുടെ ദേശീയ മുദ്ര സിംഹമുദ്ര, അശോക സ്തംഭത്തിൽ നിന്ന് എടുത്തിട്ടുള്ള സിംഹമുദ്രയാണ്. ആ സിംഹമുദ്രയുടെ ചുവട്ടിലായി സത്യമേ വജയതേ ദേവനാഗിരി ലിപിയിലാണ് ആലേഖനം ചെയ്തിട്ടുള്ളത്. ഇന്ത്യയുടെ ദേശീയ മുദ്രയായി സിംഹമുദ്രയെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് 50 ജാനുവരി 26. ഭരണഘടന നിലവിൽ വന്ന അതേ ഡേറ്റിലാണ്. ഇമ്പോർട്ടന്റ് ചോദ്യം. സിംഹമുദ്രയെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് 1950 ജാനുവരി മാസം 26-ാം തീയതിയാണ്. ഇനി എക്സാമിന് മിക്കവാറും ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, ഈ സിംഹമുദ്രയിൽ പ്രധാനമായും ഏതൊക്കെ ആനിമൽസ് ആണുള്ളത്? 4 മൃഗങ്ങളെ നിങ്ങൾക്ക് കാണാം. അത് കൃത്യമായി പഠിച്ചോളുക, മറന്നു പോകരുത്. കോഡ് ഇതാണ്, HOLE എന്ന് പഠിക്കുക. സിംഹമുദ്രയിലുള്ള 4 മൃഗങ്ങൾ: ഹോഴ്സ് കുതിരയുണ്ട്, ഓക്സ് കാളയുണ്ട്, ലയൺ സിംഹമുണ്ട്, എലഫന്റ് ആന. കുതിര, കാള, സിംഹം, ആന. എക്സാമിന് ചോദിച്ചതാണ്. ദേശീയ മുദ്രയായ സിംഹമുദ്രയിലുള്ള മൃഗങ്ങൾ ഏതൊക്കെയാ? ആന, കുതിര, സിംഹം, കാള എന്നിവയാണ്. ഇനി അതിൽ തന്നെ 4 വശത്തുമായി കാണാൻ കഴിയുന്നത് സിംഹത്തെയാണ്. 4 ദിക്കുകളെ റെപ്രസെന്റ് ചെയ്യുന്നത് സിംഹമാണ്. 16ാമത്തെ ചോദ്യമാണ്. 233/2023 താഴെ കൊടുത്തിരിക്കുന്നവയിൽ സമത്വത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? മൗലിക അവകാശങ്ങളിൽ നിന്നുള്ള ചോദ്യം. സമത്വത്തിനുള്ള അവകാശം, റൈറ്റ് ടു ഈക്വാലിറ്റി പഠിക്കുന്നത് എവിടെയാ? റൈറ്റ് ടു ഈക്വാലിറ്റി 14 മുതൽ 18 വരെയാണല്ലേ. 14 തൊട്ട് 18 വരെ. ശ്രദ്ധിച്ചേ, ഫുൾ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തേ. ആദ്യം തന്നെ നിയമത്തിന് മുന്നിൽ സമത്വം ഉറപ്പാക്കൽ. നിയമത്തിന് മുന്നിൽ സമത്വം, നിയമത്തിന് മുന്നിൽ തുല്യ സംരക്ഷണം. ആർട്ടിക്കിൾ 14 ആണ്. ഈക്വൽ ബിഫോർ ലോ, ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. അപ്പൊ സമത്വത്തിന്റെ കീഴിൽ വരുന്ന ആർട്ടിക്കിൾ ആണല്ലോ. 14 മുതൽ 18 വരെ സമത്വത്തിനുള്ള അവകാശം. അതിൽ ഈക്വൽ ബിഫോർ ലോ, ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ, നിയമത്തിന് മുന്നിൽ സമത്വം, നിയമത്തിന് മുന്നിൽ സംരക്ഷണം. 14 ശരിയാണ്. കുറ്റകൃത്യം ചെയ്തവരെ സംബന്ധിച്ചുള്ള സംരക്ഷണം. കുറ്റകൃത്യം ചെയ്തവരെ സംബന്ധിച്ചുള്ള സംരക്ഷണം സമത്വത്തിനുള്ള അവകാശങ്ങളിലാണോ നിങ്ങൾ പഠിച്ചത്? അത് ആർട്ടിക്കിൾ 20 ആണ് വരിക. 20 എന്ന് പറയുമ്പോൾ 19 മുതൽ 22 വരെ വരുന്ന സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളിലേക്ക് പോകും. അതായത് ഒരാളെ ഒരു കുറ്റകൃത്യം ചെയ്യുന്നത് സംബന്ധിച്ച് അയാൾക്ക് എന്തൊക്കെ പരിരക്ഷ ലഭിക്കും? അതായത് ഒരാൾ ഒരു കുറ്റകൃത്യം ചെയ്താൽ ഒരു കുറ്റത്തിന് 1-ലധികം തവണ ശിക്ഷിക്കാൻ പാടില്ല. നോ ഡബിൾ ജിയോപാഡി. ഒരു കുറ്റത്തിന് 1 ശിക്ഷയെ പാടുള്ളൂ. അതുപോലെ ഒരാൾ ഒരു കുറ്റകൃത്യം ചെയ്യുന്നത് ഇപ്പോൾ നിലവിലുള്ള നിയമം അനുസരിച്ചാണെങ്കിൽ ആ നിയമത്തിൽ പറയുന്ന ശിക്ഷ മാത്രമേ നൽകാൻ പാടുള്ളൂ. പിന്നീട് വരുന്ന നിയമം വെച്ച് അതിനെ ശിക്ഷിക്കാൻ കഴിയില്ല. അത് നോ എക്സ്പോസ്റ്റ് ഫാക്ടോ ലോ എന്നാ പറയുക. സോ ഒരു കുറ്റത്തിന് 1 ശിക്ഷ മാത്രം, നിലവിലുള്ള നിയമം അനുസരിച്ച് മാത്രം ശിക്ഷ നൽകുക. മൂന്നാമതായിട്ട് സ്വയം തെളിവ് നൽകാൻ നിർബന്ധിക്കാൻ പാടില്ല. ബലപ്രയോഗത്തിലൂടെയൊന്നും കുറ്റം സമ്മതിപ്പിക്കാൻ പാടില്ല. നോ സെൽഫ് ഇൻക്രിമിനേഷൻ എന്നാണ് അതിനെ പറയുക. സോ ആർട്ടിക്കിൾ 20 വരുന്ന കാര്യമാണ്. സോ 14 തൊട്ട് 18 വരെ വരുന്ന റൈറ്റ് ടു ഈക്വാലിറ്റിയിൽ അത് വരില്ല. ഇനി പൊതു നിയമനങ്ങളിൽ അവസര സമത്വം 16 ആണ്. ആർട്ടിക്കിൾ 16 അവസര സമത്വം. അപ്പൊ 16 അവസര സമത്വം എവിടെയാ വരിക? 14 തൊട്ട് 18 സമത്വത്തിനുള്ള അവകാശമാണ്. 16 അവസര സമത്വം. തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ 17 അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി 17 മഹാത്മാഗാന്ധി കി ജയ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പാസാക്കിയ അവകാശമാണ് അൺടച്ചബിലിറ്റി. ഇനി നോക്കിക്കേ, അപ്പൊ ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞാൽ സമത്വത്തിന്റെ കീഴിൽ വരാത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ബി ആണല്ലേ.
ബി ആണ് സമത്വത്തിന്റെ കീഴിൽ വരാത്തത്. സോ 14, 16 ആൻഡ് 18. ഇനി ഇവിടെ 15ഉം 18ഉം ആണ് ഇല്ലാത്തത്, അതുകൂടെ നോക്കിക്കൊള്ളുക. 15 വിവേചനങ്ങളിൽ നിന്നുള്ള സംരക്ഷണമാണ്. ജാതി, മത, വർഗ, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ പേരിൽ ഡിസ്ക്രിമിനേഷൻ പാടില്ല, വിവേചനം പാടില്ല. 15 വിവേചനം, 15 വിവേചനങ്ങളിൽ നിന്നുള്ള സംരക്ഷണം. 16 അവസര സമത്വം. 17 ഐത്ത നിർമാർജനം. 18 തലക്കെട്ട്, 18 തലക്കെട്ട്, 18 തലക്കെട്ടുകളുടെ നിരോധനം. അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് ആണ്. സ്ഥാനപ്പേരുകൾ വിദ്യാഭ്യാസപരമോ സൈനികവുമായതോ ഒഴികെയുള്ള സ്ഥാനപ്പേരുകൾ പാടില്ല. സോ ആൻസർ ഇവിടെ വരിക കൂട്ടത്തിൽ പെടാത്തത് 20 ആണ്. സോ 14, 15, 16, 17, 18 കൃത്യമായിട്ട് പഠിച്ചോണം. ആർട്ടിക്കിൾ വൈസ് ഒരുപക്ഷെ മാച്ച് ചെയ്യാനായിട്ട് ചോദിച്ചേക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്കാണ്. അടുത്ത ചോദ്യത്തിലേക്ക് എത്തിയാൽ 17ാമത്തെ ചോദ്യം 154/2023. ചോദ്യം ഇങ്ങനെയാണ്: ഇന്ത്യൻ ദേശീയ ഗാനം അംഗീകരിച്ചത് എപ്പോൾ? കൃത്യമായിട്ട് ഇവിടുന്ന് ഒരുപാട് കാര്യങ്ങൾ ഭരണഘടനാ നിർമ്മാണ സഭ പ്രധാനപ്പെട്ട ദേശീയ ചിഹ്നങ്ങളെ അംഗീകരിച്ച ദിവസം എക്സാമിന് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. ദേശീയ ഗാനവും ഗീതവും ഒരേ ദിവസമാണ് നമ്മൾ പഠിച്ചു. ദേശീയ ഗാനവും ഗീതവും 50 ജാനുവരി 24-ാം തീയതിയാണ്. ദേശീയ ഗാനം ജനഗണമന, ദേശീയ ഗീതം വന്ദേ മാതരം 50 ജാനുവരി 24-ന് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചു. ഇനി ശ്രദ്ധിച്ചേ, നമ്മൾ പറഞ്ഞു ദേശീയ പതാകയാണെങ്കിൽ എക്സാമിന് ചോദിക്കുമ്പോൾ 47 ജൂലൈ 22 എന്ന് പഠിച്ചു. ദേശീയ പതാക 47 ജൂലൈ 22 ആണ്. ദേശീയ ഗാനം ഗീതം 50 ജാനുവരി 24. അതേസമയം ദേശീയ മുദ്രയായ സിംഹമുദ്ര, ദേശീയ മുദ്ര വരുന്നത് 50 ജാനുവരി 26-ാം തീയതിയാണ്. ശ്രദ്ധിച്ചേ. ഇനി ദേശീയ കലണ്ടറായി ശകവർഷ കലണ്ടറിനെ അംഗീകരിച്ചത് 57 മാർച്ച് 22. തെറ്റിക്കുകയേ ചെയ്യരുത്, എളുപ്പമാണ്. ദേശീയ പതാക എന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യ ദിനത്തിന് പതാക ഉയർത്തുന്ന കാര്യം ഓർക്കുക. 47-ലാണ്, ഓഗസ്റ്റിന് തൊട്ട് മുമ്പുള്ള മാസമാണ്. സ്വാതന്ത്ര്യ ദിനത്തിന് തൊട്ട് മുമ്പുള്ള മാസം ഓർക്കുക. 47 ജൂലൈ 22 ദേശീയ പതാക അംഗീകരിച്ചു. ദേശീയ ഗാനം ഗീതം 50 ജാനുവരി മാസം 24-ാം തീയതിയാണ്. ദേശീയ മുദ്രയായ സിംഹമുദ്ര 50 ജാനുവരി 26. ദേശീയ കലണ്ടറായ ശകവർഷ കലണ്ടർ 57 മാർച്ച് 22. ഓക്കെ, അടുത്ത ചോദ്യം 18ാമത്തെ ചോദ്യമാണ്. ഇന്ത്യയുടെ ദേശീയ നദി, ഔദ്യോഗികമായി തന്നെ ഇന്ത്യയുടെ ദേശീയ നദി ഗംഗ, യമുന, ബ്രഹ്മപുത്ര, കാവേരി. സംശയമേ ഇല്ല, ഇന്ത്യയുടെ ദേശീയ നദി ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയായ 2525 കിലോമീറ്ററുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ നദിയായ ഗംഗ എന്ന നദിയാണ് ഇന്ത്യയുടെ ദേശീയ നദിയായി. ഗംഗയെ അംഗീകരിച്ച വർഷം ചോദിച്ചാൽ 2008 നവംബർ മാസം 4-ാം തീയതിയാണ്. തെറ്റിക്കുകയേ ചെയ്യരുത്. 2008 നവംബർ 4, 2008 നവംബർ മാസം 4-ാം തീയതി ഇന്ത്യയുടെ ദേശീയ നദിയായി, ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയായ ഗംഗാ നദിയെ അംഗീകരിച്ചു. നാഷണൽ റിവർ ഗംഗ 2008 നവംബർ 4 എന്നോർക്കുക. 19ാമത്തെ ചോദ്യത്തിലേക്ക് വന്നാൽ ദേശീയ പതാകയുമായി ബന്ധമില്ലാത്തതേത്? ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരു പ്രസ്താവന രീതിയിലുള്ള ഒരു ചോദ്യമാണ്. 154/2023. ശ്രദ്ധിച്ചു വായിക്കുക. നമുക്കറിയാവുന്ന കാര്യങ്ങളെ ഇതിലുള്ളൂ, പക്ഷെ ശ്രദ്ധയോടെ അറ്റൻഡ് ചെയ്യുക, കൃത്യമായിട്ട് ആൻസർ ചെയ്യുക എന്നതിലാണ് ഒരു മാർക്ക് ഇരിക്കുക. അത് കൃത്യമായി അപ്ലൈ ചെയ്യുന്നിടത്ത് മാത്രമാണ് നമ്മുടെ മാർക്ക് വരിക. ഓപ്ഷൻ എ, കുങ്കുമം, വെള്ള, പച്ച എന്നീ നിറങ്ങളാണുള്ളത്. ദേശീയ പതാക ത്രിവർണ പതാകയാണ്. മുകളിൽ കുങ്കുമം, നടുവിൽ വെള്ള, താഴെ പച്ച, നടുവിലായി അശോക ചക്രം. ശരിയാണ്. 3:2 അനുപാതത്തിൽ നിർമ്മിച്ചിരിക്കുന്നു. കൃത്യമായിട്ട് ശ്രദ്ധിച്ചേ, നീളം വീതി തമ്മിലുള്ള അനുപാതം 3:2. 3:2 എന്ന അനുപാതത്തിലാണ് ഇന്ത്യയുടെ ദേശീയ പതാക. ചെറുതാവട്ടെ വലുതാവട്ടെ അതിന്റെ റേഷ്യോ
3:2 എന്ന അനുപാതത്തിലായിരിക്കും. കറക്റ്റാണ്, ശരിയാണ്. ഓക്കെ, ഇനി 1947 ഓഗസ്റ്റ് 1 ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചു ദേശീയ പതാകയെ. നമ്മളിപ്പോ എത്ര സ്ഥലത്ത് ആ പോയിന്റ് പഠിച്ചു? 47 ഓഗസ്റ്റ് 1 ആണോ? അല്ല, 47 ജൂലൈ 22 ദേശീയ പതാകയെ ഭരണഘടന അംഗീകരിച്ചത്. ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് 47 ജൂലൈ 22. പിംഗലി വെങ്കയ്യ രൂപകൽപ്പന ചെയ്തു. ഇന്ത്യയുടെ ത്രിവർണ പതാക പിംഗലി വെങ്കയ്യ, ആന്ധ്രാപ്രദേശുകാരനായ പിംഗലി വെങ്കയ്യ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തു. അപ്പോ 4 പോയിന്റുകളിൽ തെറ്റായ പ്രസ്താവന, ബന്ധമില്ലാത്തത് ഓപ്ഷൻ സി ആയിരുന്നു. കറക്റ്റ് ആയിട്ടൊന്ന് ക്ലിയർ ആയിട്ടൊന്ന് ഓർത്ത് നോക്കിയേ, കൃത്യമായിട്ട് മനസ്സിൽ ഉറപ്പിക്കുക. റൈറ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ദേശീയ പതാക ത്രിവർണ പതാക, കുങ്കുമം, വെള്ള, പച്ച നിറങ്ങൾ, നടുവിൽ അശോക ചക്രമുണ്ട്. 3:2 അനുപാതമാണുള്ളത്. 47 ജൂലൈ 22 അംഗീകരിച്ചു. പിംഗലി വെങ്കയ്യ രൂപകൽപ്പന ചെയ്തു. ക്ലിയർ ആണ്, വ്യക്തമാണ്. മുന്നോട്ട് പോകുന്നു. അടുത്ത ചോദ്യത്തിലേക്കാണ് പോകുന്നത്. ചോദ്യം 233/2023 ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? മൗലിക കർത്തവ്യങ്ങൾ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ചോദിച്ചാൽ നമ്മൾ പഠിച്ചു ഭാഗം 4A ആർട്ടിക്കിൾ 51A ഭാഗം 4A ആർട്ടിക്കിൾ 51, വകുപ്പ് 51A എ മുതൽ കെ വരെ 11 കടമകളാണ് നിലവിലുള്ളത്. 11 കടമകൾ, തെറ്റുകയേ ചെയ്യരുത്. ഭരണഘടന നിലവിൽ വരുമ്പോൾ കടമകളുടെ എണ്ണം 0. കോൺസ്റ്റിറ്റ്യൂഷൻ 50 ജാനുവരി 26 നിലവിൽ വരുമ്പോൾ കടമകളില്ല. എന്നാൽ 42nd അമെന്റ്മെന്റ്, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ, ചെറു ഭരണഘടനയിലൂടെ ഇന്ത്യൻ ഭരണഘടനയിൽ ഭാഗം 4A ആർട്ടിക്കിൾ 51A 42ാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത കടമകളുടെ എണ്ണം 10 കടമകൾ. എ മുതൽ സ്മോൾ ലെറ്റർ ജെ വരെ ആയിരുന്നു. എന്നാൽ നിലവിൽ കടമകളുടെ എണ്ണം 11 കടമകളാണുള്ളത്. അതെങ്ങനെയാ പഠിക്കുക? 51A എന്ന ആർട്ടിക്കിളിൽ സ്മോൾ ലെറ്റർ എ മുതൽ കെ വരെ 11 കടമകൾ. 11ാമത്തെ കടമ 2002 86ാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്തു. 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യം ഒരുക്കുക എന്നത് മാതാപിതാക്കളുടെ, രക്ഷകർത്താക്കളുടെ കടമയാണ്. 11ാമത്തെ കടമ അതാണ്. ഓക്കെ, ശ്രദ്ധിച്ചേ. അപ്പൊ ചോദ്യം ഇതായിരുന്നു, ഭാഗം 4A ആർട്ടിക്കിൾ 51A എ മുതൽ കെ വരെ 11 കടമകളാണുള്ളത്. കടമകൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് റഷ്യ, സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ USSR, റഷ്യ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ എന്നായിരിക്കും ഓപ്ഷനിൽ ഉണ്ടാവുക. ഇനി മൗലിക കടമകൾ ഉൾപ്പെടുത്താൻ നിർദ്ദേശിച്ച കമ്മിറ്റി സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റിയാണ് ഇത് ആവശ്യപ്പെട്ടത്. ഓക്കെ, ഇപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് എ മുതൽ കെ വരെയുള്ള വകുപ്പുകൾ തന്നെ ഡീറ്റെയിൽ ആയിട്ട് എക്സാമിന് ചോദിക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് നെക്സ്റ്റ് ചോദ്യങ്ങളിൽ വരാം. അപ്പൊ ശ്രദ്ധിക്കുക, അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. 21ാമത്തെ ചോദ്യമാണ്. 141/2023 വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് ഏത് വർഷമാണ് പാസാക്കിയത് എന്ന് ചോദിച്ചാൽ, ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, വിവരാവകാശ നിയമം. 2005 2005 വിവരാവകാശ നിയമം. ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമമാണ് വിവരാവകാശ നിയമം. ലോകത്ത് തന്നെ ആദ്യമായി വിവരാവകാശ നിയമം പാസാക്കിയ രാജ്യം സ്വീഡനാണ്. ഇന്ത്യയിൽ വിവരാവകാശ നിയമം ആദ്യമായി തദ്ദേശീയമായി പാസാക്കിയത് തമിഴ്നാടാണെങ്കിൽ 2005 വിവരാവകാശ നിയമം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം രാജസ്ഥാനാണ്. മാത്രമല്ല, ഇന്ത്യയിൽ അഴിമതി കുറയ്ക്കുന്നതിനും ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ സുതാര്യമാക്കുന്നതിനും ട്രാൻസ്പെറന്റ് ആക്കുന്നതിനും വിവരാവകാശ നിയമം സഹായിച്ചു. സാധാരണക്കാരായ ജനങ്ങൾക്ക് പോലും ഈ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ഇടങ്ങളിലെ ഓരോ വിവരങ്ങളും അറിയാനുള്ള അവകാശം നൽകിയ ഈ നിയമപ്രകാരം ഒരു 10 രൂപയുടെ അപേക്ഷയിൽ അവന് ഓരോ കാര്യങ്ങളും അറിയാനുള്ള അവകാശം ഈ രാജ്യത്ത് ഉറപ്പുവരുത്തപ്പെടുകയാണ്. ഇനി
ഒഴിവാക്കപ്പെട്ട വിവരങ്ങളൊക്കെ ഉണ്ട് എങ്കിലും ഈ നിയമം വലിയൊരു ഇമ്പാക്റ്റ് ആണ് രാജ്യത്ത് ഉണ്ടാക്കിയത്. 2005 ജൂൺ 15 പാസ്സാക്കപ്പെട്ട ഈ നിയമം 2005 ഒക്ടോബർ മാസം 12 നിലവിൽ വന്നു. 2 ഡേറ്റുകളും എക്സാമിന് ചോദിക്കാറുണ്ട്. APJ അബ്ദുൽ കലാം രാഷ്ട്രപതിയായിട്ടുള്ള കാലഘട്ടമാണ് 2005 കാലഘട്ടം. അപ്പൊ ഓർത്തു നോക്കുക, 2005 ജൂൺ 15 ഒപ്പുവെക്കുകയും 2005 ഒക്ടോബർ 12 നിലവിൽ വരികയും ചെയ്ത നിയമമാണ് വിവരാവകാശ നിയമം. 22ാമത്തെ ചോദ്യമാണ് 135/2025 ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? മിക്കവാറും പരീക്ഷകളിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഹ്യൂമൻ റൈറ്റ്സ് ഡേ കൃത്യമായി മനസ്സിലേക്ക് വരണം. ഡിസംബർ മാസം 10 ഡിസംബർ 10 ലോക മനുഷ്യാവകാശ ദിനമാണ്. ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഡേ ആണ്. നമ്മുടെ പ്രാധാന്യം എന്താ? മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 നമ്മുടെ ടോപ്പിക്കിലുള്ളത്. അത് തന്നെ ലോകത്തെല്ലായിടത്തും മനുഷ്യാവകാശങ്ങൾക്ക് ഇത്രയും പ്രാധാന്യം ലഭിക്കാൻ മനുഷ്യാവകാശ കമ്മീഷനുകളും കോടതികളും ഒക്കെ രൂപീകരിക്കാൻ കാരണമായ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രേഖയാണ് സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം അഥവാ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. ലോകത്തെല്ലായിടത്തും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട, വിവർത്തനം ചെയ്യപ്പെട്ട ഔദ്യോഗിക രേഖ എന്ന എക്സാമിന് PSC ചോദിച്ചു. ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ട, ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട ഔദ്യോഗിക രേഖ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന ഡോക്യുമെന്റ് ആണ് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. ലോകരാജ്യങ്ങൾ അംഗമായിട്ടുള്ള UNO ഐക്യരാഷ്ട്ര സംഘടന സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തെ അംഗീകരിച്ചു 1948 ഡിസംബർ മാസം 10 അതിന്റെ സ്മരണാർത്ഥമാണ് മനുഷ്യാവകാശ ദിനം ഡിസംബർ 10 വരുന്നത്. അപ്പൊ 1948 ഡിസംബർ 10 എക്സാമിന് ചോദിക്കും. 48 ഡിസംബർ 10 സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം അംഗീകരിച്ചു. യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് അംഗീകരിക്കപ്പെട്ട ഡേറ്റ്, വർഷം, മാസം 48 ഡിസംബർ 10 മനുഷ്യാവകാശ ദിനമാണ്. എക്സാമിന് ചോദിക്കുന്നു 2025 ഹ്യൂമൻ റൈറ്റ്സ് ഡേയുടെ പ്രമേയങ്ങൾ 24, 23, 22 വരെ ചോദിച്ചു കഴിഞ്ഞു. 25 പ്രമേയം ചോദിച്ചാൽ കൃത്യമായിട്ട് പഠിച്ചോളുക. 2025 മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയമാണ് ഹ്യൂമൻ റൈറ്റ്സ് അവർ എവരി ഡേ എസെൻഷ്യൽസ്. അതായത് എനിക്കും നിങ്ങൾക്കും എല്ലാം നിത്യജീവിതത്തിൽ ആവശ്യമുള്ള ഒരു സാധനമാണ്, വസ്തുവാണ് ഈ അവകാശങ്ങൾ. സോ ആലോചിച്ച് നോക്കുക, ഹ്യൂമൻ റൈറ്റ്സ് അവർ എവരി ഡേ എസെൻഷ്യൽസ്. മനുഷ്യാവകാശങ്ങൾ നമ്മുടെ ദൈനംദിന ആവശ്യകതകൾ എന്നതാണ്. ഹ്യൂമൻ റൈറ്റ്സ് അവർ എവരി ഡേ എസെൻഷ്യൽസ്. മനുഷ്യാവകാശങ്ങൾ നമ്മുടെ ദൈനംദിന ആവശ്യകതകൾ എക്സാമിന് ചോദിക്കും. ഓക്കെ, മുന്നോട്ട് പോവുകയാണ്. നെക്സ്റ്റ് ചോദ്യം, 23ാമത്തെ ചോദ്യം 135/2025 ചോദ്യ പേപ്പറിലേക്ക് വന്നാൽ ഇന്ത്യൻ മൗലിക കടമകൾ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? ഭരണഘടനയുടെ ഭാഗം 4A ആർട്ടിക്കിൾ 51A മൗലിക കടമകൾ ഉൾപ്പെടുത്താൻ നിർദ്ദേശിച്ച കമ്മിറ്റിയാണ് സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റി. സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. ഇനി കോത്താരി കമ്മിറ്റി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതാണ്. ബൽവന്ത് റായ് മേത്ത ആൻഡ് അശോക് മേത്ത കമ്മിറ്റികൾ പഞ്ചായത്തി രാജുമായി ബന്ധപ്പെട്ടതാണ്. സ്കൂൾ ടെക്സ്റ്റിൽ ബൽവന്ത് റായ് ആൻഡ് അശോക് മേത്ത ഇപ്പോൾ കുട്ടികൾക്ക് പഠിക്കാനുണ്ട്, പ്രാധാന്യമുള്ളതാണ്. എനിവേ, ഇവിടെ സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശ പ്രകാരമാണെന്നത് കൂടി കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇനി ചോദ്യം 24 239/2021 ഐത്താചരണം ശിക്ഷാർഹമായ കുറ്റമായി പ്രഖ്യാപിക്കുന്ന ആർട്ടിക്കിൾ നോക്കിയേ. ഐത്തമാണ്. അപ്പോ റൈറ്റ് ടു ഈക്വാലിറ്റിയിൽ നിന്നും സമത്വത്തിനുള്ള അവകാശം എന്ന മൗലിക അവകാശങ്ങളിൽ നിന്നുള്ള ചോദ്യമാണ്. അൺടച്ചബിലിറ്റി, ഐത്തം നിർമാർജനം ചെയ്യണമെന്ന് പറയുന്ന ആർട്ടിക്കിൾ 17 അൺടച്ചബിലിറ്റി പ്രൊഹിബിഷൻ ആണ്. ഐത്തം നിർമാർജനം ആർട്ടിക്കിൾ 17. മഹാത്മാഗാന്ധി കി ജയ്. ഓക്കെ, ആലോചിച്ച് നോക്കുക. 19 എന്താ വരിക? സമത്വത്തിനുള്ള അവകാശമല്ല, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. റൈറ്റ് ടു ഫ്രീഡം ആണ്. 6 മൗലിക സ്വാതന്ത്ര്യങ്ങളാണ്.
6 മൗലിക അവകാശങ്ങൾ ഉള്ളതുപോലെ റൈറ്റ് ടു ഫ്രീഡത്തിൽ 19 മുതൽ 22 വരെയുള്ള റൈറ്റ് ടു ഫ്രീഡത്തിൽ 19 മാത്രം 6 സബ് ക്ലോസുകൾ ഉണ്ടല്ലേ. 19 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ പറയുന്നുണ്ട്. A B C D E F ഇല്ല G എന്ന രീതിയിലാണ്. 19(1)A അഭിപ്രായ സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. 19(1)A അഭിപ്രായം, ആവിഷ്കാരം എക്സാമിന് ചോദിക്കും. ഇനി 19(B) സമാധാനപരമായി സമ്മേളിക്കാനുള്ള അവകാശമാണ്. 19(C) സംഘടനകൾ തുടങ്ങാൻ, സംഘടനകൾ ആരംഭിക്കാനുള്ള അവകാശം. നോക്കിക്കേ, 19(1)A അഭിപ്രായം, ആശയപ്രകടനം. 19(1)B സമാധാനപരമായി നിരായുധരായി സമ്മേളിക്കാൻ ഉള്ള അവകാശം. 19(C) സംഘടനകളുടെ രൂപീകരണം. 19(D) ഫോർ ഡ്രൈവ് എന്നാണ് നമ്മൾ പറയുക, ഡ്രൈവ് ചെയ്യുക, ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കാൻ, ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാനുള്ള അവകാശം. 19(E) വന്നാൽ താമസം, നമുക്ക് രാജ്യത്തിന്റെ എവിടെയും സ്ഥിരമായ താൽക്കാലികമായി താമസിക്കാനുള്ള അവകാശമുണ്ട്. ഇനി F ഇല്ല. G ഫോർ ജോലി എന്ന് പഠിക്കുക, ഇഷ്ടമുള്ള ജോലി, കച്ചവടം, ബിസിനസ് ഒക്കെ ചെയ്യാൻ രാജ്യത്ത് അവകാശമുണ്ട്. അപ്പൊ എക്സാമിന് 19(1) A B C D E F ഇല്ല G അതേ ഓർഡറിൽ തരാൻ ചോദിച്ചിട്ടുണ്ട്. സോ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളിൽ 19 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ A B C D E F ഇല്ല G. ആലോചിച്ച് നോക്കിയേ, ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഡിയിലാണ്, അഭിപ്രായം ആവിഷ്കാരം എയിലാണ്, ജോലി ചെയ്യാനുള്ള അവകാശം ജിയിലാണ് പഠിച്ചത്, സമ്മേളിക്കാൻ നിരായുധരായി ആയുധങ്ങളില്ലാതെ സമാധാനപരമായി സംഘടിക്കുക, സമ്മേളിക്കുക ബി ആണ്, എവിടെയും താമസിക്കുക റിസൈഡ് ചെയ്യുക, റെസിഡന്റ് ചെയ്യുക അത് ഇയിലാണ്, ആൻഡ് സംഘടനകളുടെ രൂപീകരണം സിയിലാണ്. ഓക്കെ, 17 അയിത്ത നിർമാർജനം, 18 തലക്കെട്ടുകളുടെ രൂപീകരണം. 18 അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്, സ്ഥാനപ്പേരുകൾ, രാജ, ബഹദൂർ, അതുപോലെ പേരിനോടൊപ്പം വിദ്യാഭ്യാസപരമോ സൈനികമായതോ അല്ലാത്ത ഒരു സ്ഥാനപ്പേരും തലക്കെട്ടുകളും പാടില്ല. തലക്കെട്ടുകളുടെ നിരോധനം, തലക്കെട്ട് 18 തലക്കെട്ട് എന്ന് പഠിച്ചോളുക. ഇനി ആർട്ടിക്കിൾ 20 2020 2021 ആണ് അടിയന്തരാവസ്ഥ കാലത്ത് പോലും തടയാൻ പാടില്ലാത്ത അവകാശങ്ങൾ. 20, 21 എന്നിവ അടിയന്തരാവസ്ഥ കാലത്ത് പോലും നിഷേധിക്കാൻ കഴിയാത്ത മൗലിക അവകാശങ്ങളാണ് 20, 21. അതിൽ 20 ഓപ്ഷനിലുണ്ട്. 20 എന്താ പറയുന്നത്? കുറ്റം സ്ഥാപിക്കുന്നത് സംബന്ധിച്ചുള്ള സംരക്ഷണമാണ്. കുറ്റം സ്ഥാപിക്കുന്നത് സംബന്ധിച്ചുള്ള സംരക്ഷണമാണ്. ഓക്കെ, സോ ഇവിടെ ആൻസർ ഓപ്ഷൻ എ ആയിരുന്നു. മാക്സിമം ആർട്ടിക്കിൾസ്, ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മുടെ മെയിൻ ടോപ്പിക്കാണ്, കോർ ടോപ്പിക്കാണ് മൗലികാവകാശം. ആർട്ടിക്കിൾ വൈസ് തന്നെ പഠിച്ചോളാം, എക്സാമിന് ചോദ്യം ആ രീതിയിൽ തന്നെ പ്രതീക്ഷിക്കുക. 25ാമത്തെ ചോദ്യത്തിലേക്ക് വന്നാൽ, താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ മൃഗം, നാഷണൽ ആനിമൽ, നമ്മൾ ദേശീയ പൈതൃക മൃഗം ഇന്ത്യൻ എലഫന്റ് ആണെന്ന് പഠിച്ചു. എലഫസ് മാക്സിമസ് ഇൻഡിക്കസ്. പക്ഷി പാവോസ് ക്രിസ്റ്റാറ്റസ് മയിലാണ്. ജലജീവി ഗംഗ ഡോൾഫിൻ ആണെന്ന് പറഞ്ഞു. ദേശീയ മൃഗം നിങ്ങൾക്കറിയാം, അത് കടുവയാണ്. ബംഗാൾ ടൈഗർ, റോയൽ ബംഗാൾ ടൈഗർ ആണ്. പാൻതേറ ടൈഗ്രീസ്, പാൻതേറ ടൈഗ്രീസ് എന്ന് പഠിക്കുക. 1973 മുതൽ 1973 മുതലാണ് കടുവയെ ദേശീയ മൃഗമാക്കി മാറ്റുന്നത്. പ്രൊജക്ട് ടൈഗർ 1972 ആരംഭിക്കുന്നു. 73 ദേശീയ മൃഗമായി ബംഗാൾ കടുവയെ അംഗീകരിക്കുന്നു. ചോദ്യം 26 13/2024 ചോദ്യ പേപ്പറിലേക്ക് വന്നാൽ, ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത് ഏത് വർഷത്തിലാണ്? 2005 വിവരാവകാശ നിയമം നിലവിൽ വന്ന ഡേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. 2005 ജനുവരി 12, 2005 ഒക്ടോബർ 12, 2006 ഒക്ടോബർ 12, 2006 ഒക്ടോബർ 11. 2005 ജൂൺ 15 പാസ്സാക്കപ്പെടുകയും 2005 ഒക്ടോബർ 12 നിലവിൽ വരികയും ചെയ്ത നിയമമാണ്. ഒക്ടോബർ 12 ആണ്. 2005 ജൂൺ 15 പാസ്സാക്കപ്പെട്ടു. 2005 ഒക്ടോബർ 12 വിവരാവകാശ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത്. ഈ നിയമം രാജ്യത്ത് നടപ്പിലാക്കാൻ വേണ്ടി പണിയെടുത്ത പ്രസ്ഥാനം എക്സാമിന് ചോദിക്കാറുണ്ട്. രാജസ്ഥാനിലെ MKSS ആണ്, മസ്തൂർ കിസാൻ ശക്തി സംഘതൻ. മസ്തൂർ കിസാൻ ശക്തി സംഘതൻ MKSS ആണ്. രാജസ്ഥാനിലാണ് അവരുടെ ഒരു ഉത്ഭവം.
വിവരാവകാശ നിയമത്തിന്റെ ആവശ്യമുയർത്തിക്കൊണ്ട് അത് നടപ്പിലാക്കാൻ വേണ്ടി പണിയെടുത്ത സംഘടന MKSSന്റെ സ്ഥാപക അരുണ റോയ്. 27ാമത്തെ ചോദ്യത്തിലേക്ക് വന്നാൽ 61/2024 ചോദ്യപേപ്പർ ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 19 താഴെ പറയുന്നവയിൽ ഏത് അവകാശമാണ് ഉൾക്കൊള്ളുന്നത്? 19 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ നിങ്ങൾ വേഗം ഇത് ആൻസർ ചെയ്യും. ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശമാണോ? ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്നാണ് വിശേഷിപ്പിക്കപ്പെട്ടത്. ആർട്ടിക്കിൾ 32 ആണ്. സോ 19 അല്ല. ക്ലിയർ ആയിട്ട് പഠിച്ചു പോ. ഇനി ചൂഷണത്തിനെതിരായ അവകാശം, ഫ്രീഡം ഫ്രം അല്ലെങ്കിൽ ഫ്രീഡം എഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ 23 പറയുന്നത്, അല്ലെങ്കിൽ 23, 24 ചൂഷണത്തിനെതിരെയുള്ള അവകാശം വരിക. 24 ബാലവേല നിരോധനം. അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 19 പഠിച്ചത്? റൈറ്റ് ടു സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, അഭിപ്രായം ആശയപ്രകടനത്തിനുള്ള സ്വാതന്ത്ര്യം 19(1)A ആയിരുന്നു. 19(1)A ആണ്. ക്ലിയർ ആണ്. സോ കറക്റ്റ്. ഇനി നോക്കിക്കേ, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം റൈറ്റ് ടു റിലീജിയസ് ഫ്രീഡം 25 മുതൽ 28 വരെയാണ്. റൈറ്റ് ടു റിലീജിയസ് ഫ്രീഡം 25 മുതൽ 28 വരെ മതസ്വാതന്ത്ര്യം, 25 മുതൽ 28 വരെ മതസ്വാതന്ത്ര്യം. അപ്പോ ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 19 പറയുന്ന ഏത് അവകാശമാണ് ഉൾക്കൊള്ളുന്നത്? അഭിപ്രായ സ്വാതന്ത്ര്യമാണ് ഓപ്ഷനിൽ കറക്റ്റ്. 32 ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം, ചൂഷണത്തിനെതിരായ അവകാശം 23, 24, മതസ്വാതന്ത്ര്യം 25 മുതൽ 28 വരെ എന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2025 5/2025 10th പ്രിലിംസ് പരീക്ഷ തന്നെയാണ്. നോക്കാം. ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? കുറച്ചുകൂടി ഡെപ്ത് ഉള്ള ഒരു ചോദ്യം. ഡയറക്റ്റ് ഒരു വൺ വേർഡിൽ ഒതുക്കാതെ കൃത്യമായൊരു പ്രസ്താവന, അതും മൗലിക കടമകൾ തന്നിട്ട് ഇത് കടമയിൽ പെടുന്നതാണോ അല്ലയോ എന്നതാണ് ചോദ്യം. മൗലിക കടമകളെ പറ്റി വളരെ ബേസിക് ആയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. 51A A മുതൽ K വരെ 11 കടമകൾ നിലവിലുണ്ട്. ഭാഗം 4A ആണ്. USSR, റഷ്യ, സോവിയറ്റ് യൂണിയനിൽ നിന്നെടുത്ത ആശയമാണ്. ഓക്കെ, ശ്രദ്ധിച്ചോളുക. 11 കടമകളും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇപ്പൊ ചോദിക്കുന്ന ഒരു രീതിയുണ്ട്. 4A 51A എന്ന വകുപ്പിൽ സ്മോൾ ലെറ്റർ ABCD അങ്ങനെ കടമകൾ തന്നിട്ട് ഇത് ഏത് വകുപ്പിൽ വരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. സോ വളരെ കൃത്യമായിട്ട് നമുക്ക് ആദ്യം ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് പോകാം. ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുക. പ്രത്യേകിച്ച് ഈ പ്രിലിംസിന് ചോദിക്കാൻ സാധ്യത ഉള്ളൊരു ചോദ്യമാണ്. കാരണം എന്താ? ദേശീയ ചിഹ്നങ്ങളെ പറ്റി വളരെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട് 10th പ്രിലിംസിന്റെ സിലബസിൽ. സോ മൗലിക കടമകൾ 11 കടമകളാണുള്ളത്. ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ബാധകമാണ്. ശരിയാണോ തെറ്റാണോ? നിങ്ങൾ മൗലിക അവകാശങ്ങൾ പഠിക്കുമ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മൾ പറയാറുണ്ട്. ഒരേ സമയം ചിലത് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ലഭിക്കാറുണ്ട്, മറ്റു ചിലത് ഇന്ത്യക്കാർക്കും വിദേശികൾക്കും മൗലിക അവകാശങ്ങൾ ലഭ്യമാണ്. കൃത്യമായി പറഞ്ഞാൽ ഇന്ത്യക്കാർക്ക് മാത്രം ലഭിക്കുന്ന മൗലിക അവകാശങ്ങളാണ് 15, 16, 19, 29, 30. 15, 16, 19, 29, 30. 15, 16, 19, 29, 30 ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ലഭിക്കുന്ന മൗലിക അവകാശങ്ങൾ ഏതൊക്കെയാ? 15, 16, 19, 29, 30 എന്ന് പഠിക്കുക. അതേസമയം മൗലിക കടമകൾ ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ബാധകമാണ്. അതായത് ഇവിടെ ഞാനും നിങ്ങളും, അവകാശം എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതൽ ഇങ്ങോട്ടാണ് കിട്ടുന്നത്. ഇത് ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള ഈ കോടാനകോടി വരുന്ന ഇന്ത്യൻ പൗരന്മാരെല്ലാം ഈ 11 കടമകളും രാജ്യത്തോട് കാണിക്കേണ്ട ഒരു റെസ്പെക്റ്റ് ആണ്, രാജ്യത്തോട് നിറവേറ്റേണ്ട ഒരു ഉത്തരവാദിത്തമാണ്. അത് നമ്മുടെ ഡ്യൂട്ടിയാണ്, കർത്തവ്യമാണ്, കടമയാണ്. സോ ശ്രദ്ധിച്ചോളുക. ആദ്യത്തെ ഓപ്ഷനിൽ പറയുന്നു ദേശീയ ഗാനം, ഇന്ത്യയുടെ ദേശീയ പതാകയെ ആദരിക്കുക കടമയാണോ? ആണ്. 51A സ്മോൾ ലെറ്റർ A ആദ്യത്തെ കടമ A ഫോർ ആദരിക്കുക, അനുസരിക്കുക. എങ്ങനെയാണ്? മൗലിക കടമകളിൽ ആദ്യത്തേതാണ് 51A സ്മോൾ ലെറ്റർ A ഫോർ ആദരിക്കുക, അനുസരിക്കുക. A ഫോർ ആദരിക്കുക, അനുസരിക്കുക. A കറക്റ്റ് ആണ്.
ദേശീയ പതാക, ദേശീയ ഗാനം എന്നിവയെ ആദരിക്കുക, ഭരണഘടനയെ അനുസരിക്കുക. സെക്കൻഡ് ഓപ്ഷനിലേക്ക് വാ. ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, അഖണ്ഡത അല്ലെങ്കിൽ സമഗ്രത എന്നിവയെ മുറുകെ പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക. നമ്മുടെ രാജ്യത്തിന്റെ ഐക്യം, അഖണ്ഡത, പരമാധികാരം, യൂണിറ്റി, ഇന്റഗ്രിറ്റി ആൻഡ് സോവേറിനിറ്റിയെ ഉയർത്തിപ്പിടിക്കുന്നതിൽ സംരക്ഷിക്കാൻ ഞാനും നിങ്ങളും ഇടപെടുക. രാജ്യത്തിന്റെ ഐക്യം, അഖണ്ഡത, പരമാധികാരം എന്നിവ സംരക്ഷിക്കുക മൗലിക കടമയാണോ? ആണ്. രാജ്യത്തിന്റെ ഐക്യം, അഖണ്ഡത, പരമാധികാരം, യൂണിറ്റി, ഇന്റഗ്രിറ്റി, സോവറിനിറ്റി. യൂണിറ്റിയുടെ യു തിരിച്ചിടുക. സിയിൽ പറയുന്നു മൗലിക കടമകളിൽ ഭാഗം 4A ആർട്ടിക്കിൾ 51A സ്മോൾ ലെറ്റർ സിയിലാണ് യൂണിറ്റി, ഇന്റഗ്രിറ്റി, ഐക്യം, അഖണ്ഡത എന്നതാണ് കറക്റ്റ്. ഇനി ശാസ്ത്ര വികാസം, മാനവികത, പുരോഗതി എന്നിവയുടെ വികാസം സംബന്ധിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക. അതായത് രാജ്യത്തെ മനുഷ്യന്മാർ, ജനങ്ങളെല്ലാം കുറെ കൂടി ശാസ്ത്രീയമായി ചിന്തിക്കുക, കുറച്ചുകൂടി അന്വേഷണാത്മകമായി സയന്റിഫിക് ടെമ്പർമെന്റ് ഉണ്ടാവുക, കാര്യങ്ങളെ ലോജിക്കോടുകൂടി, യുക്തിയോടുകൂടി സമീപിക്കുക, പരസ്പരം മനുഷ്യത്വം, ഹ്യൂമാനിറ്റി നിലനിർത്തുക. തെറ്റിപ്പോരുത്. ഹ്യൂമാനിറ്റി, മനുഷ്യത്വം, മാനവികത ആൻഡ് ഹൈ ലെവൽ തിങ്കിങ്, ശാസ്ത്രീയമായ ഉയർന്ന ചിന്താഗതി. അപ്പൊ എച്ച് എന്ന കോഡ് വെച്ച് നമ്മളത് കണക്ട് ചെയ്യുക. 51A സ്മോൾ ലെറ്റർ എച്ചിൽ പറയുന്നു ഹ്യൂമാനിറ്റി ആൻഡ് ഹൈ ലെവൽ തിങ്കിങ്, ശാസ്ത്രീയമായ ചിന്താഗതിയും മാനവികതയും എച്ചിലാണ് പറയുന്നത്. ശ്രദ്ധിച്ചേ, ഫുള്ളായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തേ, തെറ്റിക്കുകയേ ചെയ്യരുത്. കൃത്യമാണ്, വ്യക്തമായിട്ട് പഠിക്കുക. അപ്പൊ ഇത് മൂന്നും മൗലിക കടമകളിൽ ഉൾപ്പെടുന്നുണ്ട്. പ്രസ്താവന ശരി. A4 ആദരിക്കുക, അനുസരിക്കുക. സിയിൽ പഠിച്ചു രാജ്യത്തിന്റെ യൂണിറ്റി, ഇന്റഗ്രിറ്റി ആൻഡ് സോവറിനിറ്റി, ഐക്യം, അഖണ്ഡത, പരമാധികാരം. എച്ചിൽ പറയുകയാണ് രാജ്യത്ത് ഉയർന്ന ചിന്താഗതി, ശാസ്ത്രീയ മനോഭാവം, മാനവികത. അപ്പൊ ABC ഇവയെല്ലാം മൗലിക കടമയാണ്. സോ 3 കടമ പറഞ്ഞില്ലേ, ബാക്കി കൂടി വേഗം നോക്കിക്കൊള്ളുക. A പറഞ്ഞു നമ്മൾ ഭരണഘടനയെയും ദേശീയ ഗാനം, ഗീതം, പതാക എന്നിവയെയും ആദരിക്കുക, അനുസരിക്കുക. ഇനി സി പറഞ്ഞു. ബി നോക്കിക്കേ, ബി ഫോളോ എന്ന് പഠിക്കണം നിങ്ങൾ. ബി ഫോളോ, നമ്മൾ എന്ത് ചെയ്യണം? പിന്തുടരണം. എന്തിനെ പിന്തുടരണം? രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര ആദർശങ്ങളെയും ആശയങ്ങളെയും പരിപോഷിപ്പിക്കുക, പിന്തുടരുക. നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആദർശങ്ങളെയും ആശയങ്ങളെയും പരിപോഷിപ്പിക്കുക, പിന്തുടരുക. ഫോളോ ചെയ്യുക, പരിപോഷിപ്പിക്കുക, പിന്തുടരുക, ഫോളോ ആണ്. ഇനി സി നമ്മൾ പറഞ്ഞു. ഡിയിലേക്ക് വന്നാൽ ഡി ഫോർ ഡിഫൻസ് അഥവാ ദേശസേവനം. ഡി ഫോർ ഡിഫൻസ്, ദേശസേവനം. രാജ്യം ആവശ്യപ്പെട്ടാൽ, രാജ്യം നമ്മളോട് ആവശ്യപ്പെട്ടാൽ ഞാനും നിങ്ങളും രാജ്യസേവനത്തിന്, രാജ്യത്തെ പ്രതിരോധിക്കാൻ, സൈനിക സേവനത്തിന് ഇറങ്ങണം. ആവശ്യപ്പെട്ടാൽ എന്നതാണ് പോയിന്റ്. തെറ്റിപ്പോലെ ഫുള്ളായിട്ട് ശ്രദ്ധിച്ചേ. ഇന്ത്യൻ ഭരണഘടനയെ അനുസരിക്കുക, ദേശീയ ഗാനം, ദേശീയ പതാക എന്നിവയെ ആദരിക്കുക. ഏതാണ് കടമകളില്? ഒന്നാമത്തേത്. A4 ആദരിക്കുക, അനുസരിക്കുക. രാജ്യത്തിന്റെ ഐക്യം, അഖണ്ഡത, പരമാധികാരം. ഏതാ പറഞ്ഞത്? സിയിലാണ്. യൂണിറ്റി എന്നത് യു തിരിച്ച് സി ആക്കുക. യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി. ഇനി രാജ്യം ആവശ്യപ്പെട്ടാൽ ദേശസേവനത്തിന് ഇറങ്ങുക, ഡിഫെൻഡ് ചെയ്യാൻ ഇറങ്ങുക. ഡി ആണ്. 51A സ്മോൾ ലെറ്റർ ഡി. ഓക്കെ. അതുകൂടാതെ നമ്മൾ പറഞ്ഞത് രാജ്യത്തിന്റെ ദേശീയ പ്രസ്ഥാനത്തിന്റെ സ്വാതന്ത്ര്യ സമര ആദർശങ്ങളെ, ആശയങ്ങളെ പിന്തുടരുക, പരിപോഷിപ്പിക്കുക. ബി ഫോളോ, ബി ഫോളോ. ഇനി നോക്കിക്കേ, കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇവിടുന്ന് ആദ്യമായിട്ട് സബ് ക്ലോസ് ചോദിച്ചത് 51A സ്മോൾ ലെറ്റർ ഇ എന്നതാണ്. ഇവിടെ ഓർക്കുക, സ്ത്രീ എന്ന് ഓർക്കുക. 51A ഈ സ്ത്രീ എന്ന് ഓർക്കുക. ഈ സ്ത്രീ എന്ന് ഓർക്കുക. എന്താണ് സംഭവം? സ്ത്രീകളുടെ അന്തസ്സിനെ ഹനിക്കുന്ന പ്രവർത്തികളിൽ നിന്ന് വിട്ടുനിൽക്കുക. സ്ത്രീകളുടെ അന്തസ്സിനെ ഹനിക്കുന്ന ആചാരങ്ങൾ, ദുരാചാരങ്ങൾ വെടിയുക. സ്ത്രീകളുടെ അന്തസ്സിനെ ഹനിക്കുന്ന പ്രവർത്തികളിൽ നിന്ന് വിട്ടുനിൽക്കുക. 51A സ്മോൾ ലെറ്റർ ഇ, സ്ത്രീ എന്ന് പഠിക്കുക. ഈ എന്ന് പഠിക്കുക. അത് മാത്രമല്ല, അതോടൊപ്പം സാഹോദര്യം, രാജ്യത്ത് മനുഷ്യന്മാരുടെ ഇടയിൽ, ആളുകളുടെ ഇടയിൽ പരസ്പരം സാഹോദര്യം നിലനിർത്തുക. അപ്പൊ അതിങ്ങനെ ഓർത്താൽ മതി. സ്ത്രീ സാഹോദര്യം. സ്ത്രീകളെ സഹോദരങ്ങളെ പോലെ കണ്ടാൽ നമ്മൾ മാന്യമായല്ലേ പെരുമാറും. അപ്പൊ അങ്ങനെ പഠിക്കുക. സ്ത്രീകളോട് അന്തസ്സായ രീതിയിൽ പെരുമാറണം, അല്ലെങ്കിൽ സ്ത്രീകളുടെ അന്തസ്സിനെ ഹനിക്കുന്ന പ്രവർത്തികൾ പാടില്ല. 51A
സ്മോൾ ലെറ്റർ ഇ എന്ന് പഠിക്കുക. അതേസമയം ഇവിടെ രാജ്യത്ത് സാഹോദര്യം നിലനിർത്തുക 51 ഇ തന്നെയാണ്. സ്ത്രീ സാഹോദര്യം ഇ എന്ന് പഠിക്കുക. ഇനി എഫ് ആണ്. എഫ് നോക്കിക്കൊള്ളുക. എഫിനെ നിങ്ങൾ ഫാദർ എന്ന് ഓർക്കുക. രാജ്യത്തിന് സമ്പന്നമായ ഒരു പൈതൃകമുണ്ട്, ഒരു ഹെറിറ്റേജ് ഉണ്ട്. രാജ്യത്തിന്റെ സമ്പന്നമായ പൈതൃകത്തെ, എഫ് ആണ്, ആ സമ്പന്നമായ പൈതൃകത്തെ കാത്തു സൂക്ഷിക്കുക. രാജ്യത്തിന്റെ സമ്പന്നമായ പൈതൃകത്തെ കാത്തു സൂക്ഷിക്കുക എന്നതാണ് 51 സ്മോൾ ലെറ്റർ എഫ്. ഓക്കെ, ഇനി ജി ആണ്. ജി എന്ന് പറയുമ്പോൾ പരിസ്ഥിതി, വനം, വന്യജീവി, പരിസ്ഥിതി സംരക്ഷണം. ജി ഫോർ ഗ്രീൻ എന്ന് ഓർക്കുക. പരിസ്ഥിതി, വനം, വന്യജീവി സംരക്ഷണം ജി ആണ്. 51 സ്മോൾ ലെറ്റർ ജി. വനം, വന്യജീവി, പരിസ്ഥിതി സംരക്ഷണം ജി ആണ്. വളരെ ഇമ്പോർട്ടന്റ്. ഇനി എച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ, ഹൈ ലെവൽ തിങ്കിങ് ആൻഡ് ഹ്യൂമാനിറ്റി, ശാസ്ത്രീയമായ ചിന്താഗതി, മാനവികത, മനുഷ്യത്വം, സയന്റിഫിക് ടെമ്പർമെന്റ് എച്ചിലാണ് പറഞ്ഞത്. തെറ്റിപ്പോവില്ലേടാ. ആദരിക്കുക, അനുസരിക്കുക എ. ഐക്യം, അഖണ്ഡത, പരമാധികാരം സി. രാജ്യത്തിന് വേണ്ടി വന്നാൽ പ്രതിരോധിക്കുക ഡിയിലാണ്. സ്ത്രീ സാഹോദര്യം ഇ എന്ന് പഠിച്ചു. പിന്തുടരുക, ദേശീയ സ്വാതന്ത്ര്യ സമര ആദർശങ്ങളെ ബി. ഫോളോ. രാജ്യത്തിന്റെ പൈതൃകം എഫ്. വനം, വന്യജീവി, പരിസ്ഥിതി സംരക്ഷണം ജി. മനുഷ്യത്വം, ഹ്യൂമാനിറ്റി, മാനവികത, ഹൈ ലെവൽ തിങ്കിങ്, ശാസ്ത്രീയ മനോഭാവം എച്ച്. 2, 3 ആർട്ടിക്കിൾസ് കൂടി. ഐ പഠിക്കുമ്പോൾ ഐ ഞാൻ എന്നർത്ഥമുണ്ട്, എന്റേതെന്ന് ഓർക്കുക. രാജ്യത്തിന്റെ പൊതുമുതല് നമ്മുടേതാണെന്ന് കൂടി ഓർക്കുക. ഐ എന്ന് പറഞ്ഞാൽ ഞാനാണല്ലേ. അപ്പോ പൊതുമുതല് സംരക്ഷിക്കുക, അക്രമം ഉപേക്ഷിക്കുക. പൊതുമുതൽ സംരക്ഷിക്കുക, അക്രമം ഉപേക്ഷിക്കുക. പൊതുമുതൽ സംരക്ഷിക്കുക, അക്രമം ഉപേക്ഷിക്കുക. ഐ ആണ്. ഐ ഞാൻ, എന്റേതാണ്. ഈ രാജ്യത്തെ പൊതുമുതൽ നമ്മുടേതാണെന്ന് കരുതുക. പൊതുമുതൽ സംരക്ഷിക്കുക, അക്രമം ഉപേക്ഷിക്കുക. ജെ ആണ് അടുത്തത്. ജെ ഫോർ ജോഗിങ് എന്ന് പഠിക്കുക. ജോഗിങ് എന്ന് പറയുമ്പോൾ നമ്മൾ രാവിലെ ജോഗ് ചെയ്യുന്നത് ഓർക്കുക, മുന്നോട്ട് ഓടുന്നതായിട്ട് ഓർക്കുക. രാജ്യം ഇങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം, സമ്പദ് വ്യവസ്ഥയിൽ മുന്നോട്ട് വരുന്ന രാജ്യം, അങ്ങനെ 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 മുന്നോട്ട് രാജ്യം മുന്നേറുമ്പോൾ രാജ്യം ജോഗ് ചെയ്യുകയാണെന്ന് ഓർക്കുക. ജോഗ്, ജെ 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 ജെ. 51 സ്മോൾ ലെറ്റർ ജെയിലെ കടമ എന്താണ്? രാജ്യത്തിന്റെ മുന്നേറ്റത്തിൽ ഞാനും നിങ്ങളും ഭാഗമാവുക, പങ്കാളികളാവുക. രാജ്യത്തിന്റെ മുന്നേറ്റത്തിൽ ഞാനും നിങ്ങളും പങ്കാളികളാവുക. 51 സ്മോൾ ലെറ്റർ ജെ ഫോർ ജോഗിങ്, രാജ്യത്തിന്റെ മുന്നേറ്റത്തിൽ ഞാനും നിങ്ങളും സംഭാവന ചെയ്യാൻ പറയുന്നു. ലാസ്റ്റത്തെ കടമ കെ ആണ്. കെ ഫോർ മാതാപിതാക്കളുടെ കടമയാണ് 6 to 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അന്തരീക്ഷം, സാഹചര്യം ഒരുക്കുക എന്നത് മാതാപിതാക്കളുടെ കടമയാണെന്ന് പറയുന്ന ആർട്ടിക്കിൾ 51 സ്മോൾ ലെറ്റർ കെ അവസാനമായി കൂട്ടിച്ചേർത്ത കടമ. സോ എ മുതൽ കെ വരെ വളരെ കൃത്യമായിട്ട് 2 ഉപകാരം പറയാം. ഒന്ന്, കടമകൾ അത്രേ ഉള്ളൂ. എ മുതൽ കെ വരെ പഠിക്കുമ്പോൾ കടമകൾ തന്നെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു. ഇനി ഇപ്പൊ നമ്മൾ പഠിച്ച രീതി ഓരോ ആൽഫബറ്റിനും സമാനമായ ഒരു ഐഡിയ, ഒരു തോട്ട്, ഒരു കണക്ഷൻ വെച്ചാണ്. അതുകൊണ്ട് മറന്നുപോയാലും കണക്ട് ചെയ്ത് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും. ഇനി വേറൊരു കാര്യം, ഒരു പക്ഷേ ഈ അടുത്ത കാലത്ത് ചോദിച്ചു കാണുന്ന അങ്ങനെയാണ്, ഓൾറെഡി കടമ തരും, എന്നിട്ട് 51 സ്മോൾ ലെറ്റർ ഏത് അക്ഷരത്തിലാണ് ഇത് പറഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചു. ഇനി അതും അല്ലെങ്കിൽ ഇപ്പൊ തന്ന പോലെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ആ കടമ തരും, എന്നിട്ട് ഇത് കടമയാണോ അവകാശമാണോ എന്ന് ചോദിച്ചാൽ അത് നമുക്ക് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ പറ്റണം, തിരിച്ചറിയാൻ പറ്റണം. ഓക്കെ ആണോ? എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ വരെ പഠിച്ചു. കൃത്യമായൊരു കോഡിലാണ് പഠിച്ചത്, ഓർമ്മയുണ്ടാവണം. ഓക്കെ, അപ്പൊ രാജ്യത്തിന് ആവശ്യമാണെങ്കിൽ, രാജ്യം ആവശ്യപ്പെട്ടാൽ നിങ്ങളും ഞാനും ദേശസേവനത്തിന് ഇറങ്ങണം, ഡിഫെൻഡ് ചെയ്യാൻ ഇറങ്ങണം. ഏതാ ആർട്ടിക്കിൾ ഏതാ? 51 സ്മോൾ ലെറ്റർ ഡി ആണ്. രാജ്യത്തിന്റെ ഐക്യം, അഖണ്ഡത, പരമാധികാരം സി ആണ്. രാജ്യത്തിന്റെ സമ്പന്നമായ പൈതൃകം എഫ്. ആദരിക്കുക, അനുസരിക്കുക എ ആണ്. പിന്തുടരുക ബി ആണ്. ഹൈ ലെവൽ തിങ്കിങ്, ഹ്യൂമാനിറ്റി, മാനവികത, മനുഷ്യത്വം, ശാസ്ത്രീയ മനോഭാവം എച്ച്. ഈ രാജ്യത്തെ പൊതുമുതൽ സംരക്ഷിക്കുക, അക്രമം ഉപേക്ഷിക്കുക ഐ. വിദ്യാഭ്യാസത്തിനുള്ള കടമ കെ. മുന്നേറ്റം ജെ. വനം, വന്യജീവി, പരിസ്ഥിതി ജി. ഓക്കെ, മുന്നോട്ട് പോകുന്നു. അടുത്ത ചോദ്യം വളരെ എളുപ്പത്തിൽ പറഞ്ഞു പോവുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 29ാമത്തെ ചോദ്യം. 5/2025 ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തതാരും? ഇന്ത്യയുടെ ദേശീയ പതാകയായ ത്രിവർണ്ണ പതാക രൂപകൽപ്പന ചെയ്തതാരും? ഇന്ത്യയുടെ ദേശീയ പതാകയുടെ ചരിത്രത്തിൽ ഇന്ന് കാണുന്ന ത്രിവർണ്ണ പതാകയിലേക്ക് എത്തുമ്പോൾ 47 ജൂലൈ 22 അംഗീകരിക്കുന്നു. ത്രിവർണ്ണ പതാക അംഗീകരിച്ചത് ആന്ധ്രാപ്രദേശുകാരനായ പിംഗലി വെങ്കയ്യ. പിംഗലി വെങ്കയ്യ. പിംഗലി വെങ്കയ്യ. ഓക്കെ, അടുത്ത ചോദ്യം.
30ാമത്തെ ചോദ്യമാണ് 2025 5/2025 താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ചോദ്യം 30 കേന്ദ്ര വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്. 2005 വിവരാവകാശ നിയമപ്രകാരമാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത്. പ്രസ്താവന ശരിയാണ്. 2005 വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 3 അധ്യായങ്ങളിൽ സെക്ഷൻ 12 വകുപ്പ് 12 കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ രൂപീകരണം പ്രതിപാദിക്കുന്ന 2005 നിയമത്തിലെ വിവരാവകാശ നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 12. കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ രൂപീകരണം സെക്ഷൻ 12. അതുപ്രകാരം ഇന്ത്യയിൽ ഒരു കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ, അതിലൊരു മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10ൽ കൂടാത്ത അത്രയും അംഗങ്ങളും 1+10 ആണ്. 1+10 ആണ്. ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10ൽ കൂടാത്ത അത്രയും അംഗങ്ങളും ഉണ്ടായിരിക്കണം. ഇനി ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. പ്രസ്താവന ശരി. അവരെ അപ്പോയിന്റ് ചെയ്യുന്നത്, നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ്. പക്ഷേ കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും മറ്റ് കമ്മീഷണർമാരെയും തീരുമാനിക്കുന്ന, സെലക്ട് ചെയ്യുന്ന ഒരു കമ്മിറ്റി ഉണ്ട്. അതിൽ 3 പേരാണുള്ളത്. പ്രധാനമായും പ്രധാനമന്ത്രി, ലോക്സഭ പ്രതിപക്ഷ നേതാവ്, പ്രധാനമന്ത്രി നോമിനേറ്റ് ചെയ്യുന്ന ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി. 3 പേര് കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ മുഖ്യ കമ്മീഷണറെയും മറ്റ് കമ്മീഷണർമാരെയും സെലക്ട് ചെയ്യുക, തെരഞ്ഞെടുക്കുക. പ്രധാനമന്ത്രി, ലോക്സഭ പ്രതിപക്ഷ നേതാവ്, പ്രധാനമന്ത്രി നോമിനേറ്റ് ചെയ്യുന്ന ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി എന്നിവരായിരിക്കും. സോ ഇനി ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ വിരമിക്കൽ പ്രായം 70 വയസ്സ് എന്ന് പറഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റിൽ ഒരു തെറ്റുണ്ട്. 70 അല്ല. 2005 നിയമം 2019 ഭേദഗതി ചെയ്തു. വിവരാവകാശ നിയമം 2019 ഭേദഗതി ചെയ്തിരുന്നു. അത് പ്രകാരം കാലാവധി തീരുമാനിക്കാനുള്ള നിലവിലുള്ള അധികാരം കേന്ദ്ര സർക്കാരിലാണ് നിക്ഷിപ്തമായിട്ടുള്ളത്. നിലവിൽ അത് 65 വയസ്സ് വരെയോ 3 വർഷം വരെയോ ആണ് നിലവിലുള്ളത്. സോ 70 എന്നത് തെറ്റാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെയും മറ്റു കമ്മീഷണർമാരുടെയും കാലാവധി നിലവിൽ 65 വയസ്സ് വരെയോ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം പോലെയോ 365 എന്ന് പഠിക്കുക. ഓക്കെ. സോ ഇവിടെ ശരിയായ പ്രസ്താവനകൾ 1, 2 മാത്രമാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 31ാമത്തെ ചോദ്യം താഴെ കൊടുത്തതിൽ എഴുതപ്പെടാത്ത ഭരണഘടനയുള്ള രാജ്യങ്ങൾ കണ്ടെത്തുക. ഇപ്പോ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു മുഖവുര എന്ന രീതിയിൽ ഒരു ചാപ്റ്റർ SCERT സ്കൂൾ കുട്ടികൾക്കുണ്ട്. അതിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്നും അത് എങ്ങനെയൊക്കെയാണ് അതിന്റെ നേച്ചർ എന്നും പറയുന്നു. ഒരു രാജ്യത്തെ ഏറ്റവും വലിയ നിയമ പുസ്തകമാണ് അല്ലെങ്കിൽ നിയമ സംഹിതയാണ് ഭരണഘടന. അതിന്റെ സ്വഭാവം അനുസരിച്ച്, അത് രൂപപ്പെട്ടതനുസരിച്ച്, അതിന്റെ ആഖ്യാനം അനുസരിച്ച് പല രീതിയിൽ അതിനെ തിരിക്കാറുണ്ട്. എഴുതപ്പെട്ട ഭരണഘടന, എഴുതപ്പെടാത്ത ഭരണഘടന, അയവുള്ള ഭരണഘടന, ദൃഢമായ ഭരണഘടന, രൂപീകരിക്കപ്പെട്ടത്, ഓട്ടോമാറ്റിക്കലി വന്നത്, അങ്ങനെ ടെക്സ്റ്റ് ബുക്കിൽ 3 ക്ലാസിഫിക്കേഷൻസ് കൊടുക്കുന്നുണ്ട്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് പരിചിതമായതൊന്നായിരിക്കാം എഴുതപ്പെട്ട ഭരണഘടനയുമുണ്ട്, എഴുതപ്പെടാത്ത ഭരണഘടനയുമുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലോകത്തിലെ ആദ്യമായിട്ട് എഴുതി തയ്യാറാക്കി പുസ്തക രൂപത്തിലുള്ളത് എന്നാണ് അതിന്റെ അർത്ഥം. റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ലിഖിത ഭരണഘടന. ലിഖിത ഭരണഘടന സംഭവം ഇതാണ്. കൃത്യമായി ഒരു പുസ്തക രൂപത്തിലേക്ക് ക്രോഡീകരിച്ചിട്ടുള്ള ഭരണഘടനകൾ, റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. എക്സാമ്പിൾ പറയുമ്പോൾ ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന അമേരിക്കൻ ഭരണഘടനയാണ്. ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ഇന്ത്യൻ ഭരണഘടനയാണ്. 2 ചോദ്യങ്ങളുടെ ഉത്തരം കൃത്യമാണ്. ലോകത്തിൽ ആദ്യമായിട്ട് എഴുതി തയ്യാറാക്കിയ ഭരണഘടന അത് അമേരിക്കൻ ഭരണഘടന. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ഇന്ത്യൻ ഭരണഘടന. ഇനി നമ്മളുടെ ചോദ്യം എന്താ? താഴെ കൊടുത്തിരിക്കുന്നവയിൽ എഴുതപ്പെടാത്ത ഭരണഘടനയ്ക്കുള്ള ഏത് രാജ്യത്തിനാണ്? അപ്പൊ റിട്ടൺ അല്ല, അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എക്സാമ്പിൾ ആണ് വേണ്ടത്. റിട്ടൺ ആണെങ്കിൽ ഇന്ത്യയും അമേരിക്കയും പഠിക്കാം അല്ലെങ്കിൽ എഴുതാം, ഉറപ്പാണ്. ആദ്യത്തേതും ഏറ്റവും വലുതും.
ഇനി എഴുതപ്പെടാത്തതിന് സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ എക്സാമ്പിൾ ഇങ്ങനെ പറയുന്നത്, കൃത്യമായ ഒരു പുസ്തക രൂപത്തിലല്ല, മറിച്ച് അവിടെ ഫോളോ ചെയ്തു വരുന്ന കീഴ്വഴക്കങ്ങൾ, പ്രഖ്യാപനങ്ങൾ, അവർ ഫോളോ ചെയ്തു വരുന്ന രീതികളെ, അവർ ആ ഒരു കസ്റ്റമിനെ തന്നെ ഫോളോ ചെയ്യുന്നു, എഴുതി വെച്ചിട്ടില്ല. ഏറ്റവും എക്സാമ്പിൾ ആയിട്ട് ടെക്സ്റ്റിലുള്ളത് UK ആൻഡ് ന്യൂസിലൻഡ് എന്നതാണ്. ടെക്സ്റ്റ് ബുക്കിൽ എക്സാമ്പിൾ ആണ് ഈ പറയുന്നത്. UK, ന്യൂസിലൻഡ് എന്നിവരുടേത് എന്ത് ചെയ്തിട്ടില്ല, എഴുതപ്പെടാത്ത ഭരണഘടനയാണ് UK ആൻഡ് ന്യൂസിലൻഡ്. പഠിക്കാനൊരു എളുപ്പവഴി പറയട്ടെ, ലിഖിതം അലിഖിതം അല്ലെങ്കിൽ റിട്ടൺ അൺറിട്ടൺ എന്നല്ലേ, അൺറിട്ടൺ എന്നല്ലേ, അൺറിട്ടൺ. എഴുതപ്പെടാത്ത ഭരണഘടനയ്ക്ക് എക്സാമ്പിൾ ടെക്സ്റ്റിൽ പറയുന്നു, അൺറിട്ടൺ ഉള്ള എക്സാമ്പിൾ ആണ് UK ആൻഡ് ന്യൂസിലൻഡ്. UK, ന്യൂസിലൻഡ്. അപ്പൊ നോക്കിയേ, ഇവിടെ ഓപ്ഷനിലേക്ക് വരിക, ഇന്ത്യ എഴുതപ്പെട്ടതാണ്. ഇനി ബ്രിട്ടൻ കിട്ടുമ്പോൾ തന്നെ അവിടെ UK ഓർക്കുക, ബ്രസീൽ എഴുതപ്പെട്ടത്, ഓസ്ട്രേലിയ എഴുതപ്പെട്ടത്. ഇവിടെ ഉത്തര ഓപ്ഷൻ A ആണ് വരിക. ഇനി ടെക്സ്റ്റ് ബുക്കിലുള്ള രണ്ട് കാര്യങ്ങളൂടെ പറയാം. രണ്ടാമത്തേത്, ഇപ്പൊ എഴുതപ്പെട്ട ഭരണഘടന, എഴുതപ്പെടാത്ത ഭരണഘടന എന്ന സംശയം മാറിയല്ലോ, ക്ലിയർ ആണ്. ഇന്ത്യ, USA എഴുതപ്പെട്ടത്, UK, ന്യൂസിലൻഡ് എഴുതപ്പെടാത്തത്. ഇനി ഭരണഘടനയിൽ മാറ്റം വരുത്താൻ കഴിയുന്നതിന്റെ സ്വഭാവം അനുസരിച്ച് ദൃഢമായ ഭരണഘടന എന്നും അയവുള്ള ഭരണഘടന എന്നും നമുക്ക് പറയാം. ശ്രദ്ധിച്ചോണേ, ഫുള്ളായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. അതായത് ഒരു ഭരണഘടനയിൽ വളരെ എളുപ്പത്തിൽ മാറ്റം വരുത്താൻ കഴിയുമെങ്കിൽ അവയെ അയവുള്ള ഭരണഘടന എന്ന് വിളിക്കാം. എന്നാൽ എളുപ്പത്തിൽ മാറ്റം വരുത്താൻ കഴിയില്ല എങ്കിൽ അവയെ ദൃഢമായ ഭരണഘടന, അഥവാ ഫ്ലെക്സിബിൾ ആണ് അയവുള്ളത്, റിജിഡ് ആണ് ദൃഢമായത്. അപ്പൊ എക്സാമിന് ചോദിച്ചു, ഇന്ത്യൻ ഭരണഘടന ദൃഢമാണോ അയവുള്ളതാണോ? ഒറ്റ വാക്കിൽ ആൻസർ പറയാൻ കഴിയില്ല. ചില സ്ഥലത്ത് ദൃഢമാണ്, ചില സ്ഥലത്ത് അയവുമുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് എക്സാമിന് ആൻസർ കൊടുത്തത്. ഭാഗികമായി ദൃഢവും ഭാഗികമായി അയവുള്ളതുമാണ്, അല്ലെങ്കിൽ ബോത്ത് ഫ്ലെക്സിബിൾ ആൻഡ് റിജിഡ്, രണ്ട് സ്വഭാവം കാണിക്കുന്നു. അപ്പൊ ഇവിടെ ഇന്ത്യ ഒഴിവാക്കാം. ഇനി ഇതിനുള്ള എക്സാമ്പിൾ ടെക്സ്റ്റിൽ ഇങ്ങനെയാണ്, അയവുള്ള ഭരണഘടന ആൻഡ് ദൃഢമായ ഭരണഘടന. ആദ്യം തന്നെ മനസ്സിലാക്കുക, എഴുതപ്പെട്ട ഭരണഘടന കുറച്ചുകൂടി ദൃഢമായിരിക്കും. കാരണം എഴുതി വെച്ചിട്ടുള്ളതുകൊണ്ട് പെട്ടെന്ന് അതിൽ മാറ്റം വരുത്താന്നുള്ളത് പോസിബിൾ അല്ല. എഴുതി വെച്ചിരിക്കുന്നത് തിരുത്തേണ്ടി വരും, അത്രയും ചിന്തിച്ചാൽ മതി. ഇന്ത്യ എന്തായാലും ഇല്ല. ഇനി അവിടെ ബാക്കിയുള്ളതൊന്ന് USA ആണല്ലേ, പിന്നുള്ളത് ഓസ്ട്രേലിയ ആണ്, മറന്നുപോലെ. ദൃഢമായ ഓസ് എന്ന് പഠിക്കുക. ദൃഢമായ ഓസ് എന്തിനാണെന്നറിയാമോ? ഓസ്ട്രേലിയ എന്ന് എഴുതുമ്പോൾ തന്നെ രണ്ട് രാജ്യവും കിട്ടും. നമ്മൾ പൈപ്പിന്റെ ഓസ് ഇല്ലേടാ, പൈപ്പ് കണക്ട് ചെയ്ത് ഗാർഡൻ ചെയ്യുന്ന ഓസ് ഓർക്കുക. ദൃഢമായ ഓസ് എന്ന് പഠിച്ചാൽ മതി. അതായത് ദൃഢമായ ഭരണഘടനയ്ക്ക് എക്സാമ്പിൾ USA, ഓസ്ട്രേലിയ. USA, ഓസ്ട്രേലിയ നോക്കിക്കുക. അപ്പൊ ഓസ്ട്രേലിയ വന്നല്ലോ, ഇത്രയേ ഉള്ളൂ. ഇനി ശ്രദ്ധിച്ചോളുക, ഇപ്പുറത്തേക്ക് വരുമ്പോ, അയവുള്ളതിലേക്ക് വരുമ്പോ വേറൊന്നുമല്ല, UK, ന്യൂസിലൻഡ് എന്ന് തന്നെ പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് 32. കേരളത്തിലെ ഏത് നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരീക്ഷിച്ചത്? ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ചോദ്യമാണ്. മാത്രമല്ല ഇപ്പോ 26 തന്നെ നിലവിലെ കേരള മുഖ്യമന്ത്രി പ്രതിനിധീകരിക്കുന്ന മണ്ഡലം എന്ന രീതിയിൽ ചോദ്യം വരുന്നുണ്ട്. കേരളത്തിന്റെ നിലവിലെ മുഖ്യമന്ത്രി പ്രതിനിധീകരിക്കുന്ന, റെപ്രസെന്റ് ചെയ്യുന്ന കേരള നിയമസഭാ മണ്ഡലം വടക്കൻ പറവൂരാണ്. എറണാകുളം ജില്ലയിലെ പറവൂരാണ് ശ്രീ VD സതീശന്റെ നിയമസഭാ മണ്ഡലം. ടെക്സ്റ്റ് ബുക്കിൽ ഒരു പോയിന്റ് ഉണ്ട്, ഇന്ത്യയിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ EVM ആദ്യമായി പരീക്ഷിച്ചത് ഒരു ഉപതെരഞ്ഞെടുപ്പിലാണ്. 982 982 ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ആദ്യമായിട്ട് പരീക്ഷിക്കുന്നത്. അത് ഉപതെരഞ്ഞെടുപ്പ്, പറവൂരിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് അത് പരീക്ഷിച്ചത്. എന്നാൽ ടെക്സ്റ്റിൽ പറയുന്നു 2004 നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 543 മണ്ഡലങ്ങളിലും ഇന്ത്യയിൽ EVM ഉപയോഗിച്ചു. ഓക്കെ, അപ്പൊ രണ്ട് ചോദ്യങ്ങൾ നിങ്ങൾ പഠിച്ചോളുക. 82 ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് EVM പരീക്ഷിക്കുന്നത് കേരളത്തിൽ വടക്കൻ പറവൂരാണ്, അല്ലെങ്കിൽ പറവൂർ എന്ന മണ്ഡലത്തിലാണ്. ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ട് 543 ലോക്സഭാ മണ്ഡലങ്ങളിലും ഒരേപോലെ ഉപയോഗിച്ചത് 2004 ഈ രണ്ട് പോയിന്റും ടെക്സ്റ്റ് ബുക്കിൽ കാണാം. ഒരു EVM-ൽ 2 യൂണിറ്റുകളാണുള്ളത്, കൺട്രോൾ യൂണിറ്റ് ആൻഡ് ബാലറ്റ് യൂണിറ്റ്. നമ്മൾ
ഇലക്ഷന്റെ സമയത്ത് നമ്മുടെ വീടുകളിലൊക്കെ ഇതിന്റെ ഡെമോ ആയിട്ട് വരും, അല്ലെങ്കിൽ നമ്മൾ വോട്ട് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അറിയാം. കൺട്രോൾ യൂണിറ്റും ഉണ്ട്, ബാലറ്റ് യൂണിറ്റും ഉണ്ട്. അതേപോലെ ഏറ്റവും അവസാനം നിങ്ങൾ ചെയ്ത 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഓർക്കുകയാണെങ്കിൽ വോട്ട് ചെയ്തതിന് ശേഷം കൃത്യമായിട്ട് നമ്മൾ ചെയ്ത ആൾക്ക് തന്നെയാണോ വോട്ട് രേഖപ്പെടുത്തിയതെന്ന് അറിയാനും അതിൻ്റെ ഒരു പ്രിന്റ് ഔട്ട് ഇങ്ങനെ വെളിയിലേക്ക് വരും. അതിന്റെ ഫുൾ ഫോം ടെക്സ്റ്റ് ബുക്കിലുണ്ട്. VVPAT വോട്ടേഴ്സ് വെരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രയൽ. വോട്ടേഴ്സ് വെരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രയൽ ആണ് VVPAT. EVM ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനാണ്. ഓക്കെ, 5/2025 ചോദ്യം 33 10th പ്രിലിംസ് ആണ്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളും അതുമായി ബന്ധപ്പെട്ട വകുപ്പുകളും ചുവടെ തന്നിരിക്കുന്നു, ചേരുംപടി ചേർക്കുക. ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നുള്ള ചോദ്യമാണ്. കൃത്യമായിട്ട് മാച്ച് ചെയ്യാൻ പറ്റുമോ നോക്കിയേ. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സമത്വത്തിനുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം. ഒരു വശത്ത് റൈറ്റ്സ് വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, മറുവശത്ത് ഏതൊക്കെ ആർട്ടിക്കിളുകളിലാണ് ഈ മൗലിക അവകാശങ്ങൾ പറയുന്നത് മെൻഷൻ ചെയ്യുന്നത് നോക്കിപ്പോകാം. ആദ്യം തന്നെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, റൈറ്റ് ടു ഫ്രീഡം 19 മുതൽ 22 വരെയാണ്. ഒന്ന് എവിടെയാ വരിക? 1D എന്ന് വരും. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 1D ആണ്. 19 മുതൽ 22 വരെ റൈറ്റ് ടു ഫ്രീഡം എന്ന് പഠിക്കാം. സമത്വത്തിനുള്ള അവകാശം, റൈറ്റ് ടു ഈക്വാലിറ്റി എവിടെയാ? 14 മുതൽ 18 വരെ 2C ആണ്. 14 മുതൽ 18 വരെ സമത്വത്തിനുള്ള അവകാശം, റൈറ്റ് ടു ഈക്വാലിറ്റി. മതസ്വാതന്ത്ര്യം, റൈറ്റ് ടു റിലീജിയസ് ഫ്രീഡം ഏതാണ്? എവിടെയാണ്? മതസ്വാതന്ത്ര്യം, റൈറ്റ് ടു റിലീജിയസ് ഫ്രീഡം ആണ്. 25 മുതൽ 28 വരെ 3A. ഇനി 4 ചൂഷണത്തിനെതിരെയുള്ള അവകാശം 23, 24 ചൂഷണത്തിനെതിരെയുള്ള അവകാശമാണ്. അപ്പൊ നോക്കിയേ, ക്ലിയർ ആണ്. സ്വാതന്ത്ര്യം 19 തൊട്ട് 22 വരെ, സമത്വം 14, 18, മതസ്വാതന്ത്ര്യം 25 മുതൽ 28 വരെ, ചൂഷണത്തിനെതിരായ അവകാശം 23, 24. ക്ലിയർ കട്ടായിട്ട് പഠിച്ചോണം. പാഠപുസ്തകത്തിൽ വളരെ കൃത്യമായ പദസൂര്യൻ ഉൾപ്പെടെ ഇപ്പൊ ഈ ഭാഗം ഉണ്ട്. അത്രയും പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ടോപ്പിക്കിന് പ്രിലിംസിന് ചോദിച്ച പ്രീവിയസ് ആണ്, റിപ്പീറ്റ് ചെയ്യുമെന്ന് ഉറപ്പ് പറയാൻ കഴിയുന്ന ഒരു ചോദ്യം കൂടിയാണ്. ഇനി 34ാമത്തെ ചോദ്യത്തിലേക്ക് വന്നാൽ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു ഡാഷ് ആണ്, ഒരു ഡാഷ് സ്ഥാപനമാണ്. ഭരണഘടനാ സ്ഥാപനമാണോ? അല്ല. കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഒരു വകുപ്പാണോ? അല്ല. സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. കാരണം 93-ലെ മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരം നിലവിൽ വന്ന സ്ഥാപനമാണ്. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. സോ നമ്മുടെ സിലബസിലുള്ള മനുഷ്യാവകാശ കമ്മീഷൻ ആവട്ടെ, വിവരാവകാശ കമ്മീഷൻ ആവട്ടെ, ഇവ രണ്ടും സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, നിയമാനുസൃത സ്ഥാപനമാണ്. 93-ലെ നിയമപ്രകാരം മനുഷ്യാവകാശ കമ്മീഷൻ വന്നപ്പോൾ 2005-ലെ വിവരാവകാശ നിയമപ്രകാരം കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷനുകൾ വന്നു. സോ സ്റ്റാറ്റ്യൂട്ടറി ബോഡി, നിയമാനുസൃത സ്ഥാപനം എന്നതാണ് അതിന്റെ കൃത്യമായ ആൻസർ. ചോദ്യം 35 100/2021 പ്രിലിംസ് ആണ്. 2021-ലെ പ്രിലിംസ് ആണ്. ചോദ്യത്തിലേക്ക് വരുന്നു. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സമത്വത്തിനുള്ള അവകാശം എന്ന മൗലിക അവകാശത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആശയങ്ങളിൽ പെടാത്തത് സമത്വം, റൈറ്റ് ടു ഈക്വാലിറ്റി പറഞ്ഞു കഴിഞ്ഞതേ ഉള്ളൂ. 14 മുതൽ 18 വരെയാണ് റൈറ്റ് ടു ഈക്വാലിറ്റി, സമത്വത്തിനുള്ള അവകാശം. നോക്കിക്കേ, ഒന്നാമത്തെ പോയിന്റ്, മതഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള അവകാശം. അത് സമത്വത്തിനുള്ള അവകാശത്തിലാണോ നിങ്ങൾ പഠിച്ചത്? മതഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കാനുള്ള അവകാശം മൗലിക അവകാശമാണ്. പക്ഷെ അത് സമത്വത്തിനുള്ള അവകാശമല്ല. 29, 30 പറയുന്നു, അല്ലെങ്കിൽ കൃത്യമായി പറഞ്ഞാൽ 30 പറയുന്ന സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങളിലാണ്, 30 പറയുന്നത് മതഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കാനും നടത്തുവാനുമുള്ള അവകാശം. ആർട്ടിക്കിൾ 30, 29, 30 സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങളിലാണ് അത് വരിക. ഇനി ജാതി, മതം, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ, ജാതി, മതം, വംശം, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം നിരോധിക്കൽ, വിവേചനം പാടില്ല, വിവേചനം നിരോധിക്കൽ, അത് സമത്വത്തിനുള്ള അവകാശങ്ങളിലാണ്. 14 തൊട്ട് 18 വരെ ആണെങ്കിൽ 15 വിവേചനത്തിൽ നിന്നുള്ള സംരക്ഷണം, 15
ജാതി, മതം, വംശം, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ പേരിൽ വിവേചനം പാടില്ല. 15 വിവേചനം. ഓക്കെ, ഇനി സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ. തലക്കെട്ട് 18 എന്ന് നമ്മൾ പഠിച്ചു. 18 തലക്കെട്ട് എന്ന് പഠിച്ചു. സോ സ്ഥാനപ്പേരുകൾ, അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് പഠിച്ചു. ഇനി 14 തൊട്ട് 18 വരെ. ഇനി പൊതു നിയമനങ്ങളിൽ അവസര സമത്വം. 16 അവസര സമത്വമാണ്. 16 അവസര സമത്വമാണ്. സോ 15, 16, 18. അപ്പൊ ഏത് മാത്രമാണ്? ഒന്ന് മാത്രമാണ് ആശയങ്ങളിൽ പെടാത്തത്. ഓക്കെ, ഇനി 14 നമുക്കറിയാം. 14 നിയമത്തിന് മുന്നിൽ സമത്വം, നിയമത്തിന് മുന്നിൽ തുല്യ സംരക്ഷണം. 17 അയിത്ത നിർമാർജനം. 16 അവസര സമത്വം. 15 വിവേചനങ്ങളിൽ നിന്നുള്ള സംരക്ഷണം. 18 തലക്കെട്ടുകളുടെ നിരോധനം. 37ാമത്തെ ചോദ്യം 115/2025. ഇപ്പോഴത്തെ 2025 ദേശീയ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ, നിലവിലെ കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സൺ, പുതിയ ആള് വന്നിട്ടുണ്ട്. ഈ ചോദ്യം 2025 ചോദ്യമാണെങ്കിലും അദ്ദേഹം മാറി, പുതിയ ആള് വന്നു. ഇങ്ങനെ പഠിക്കുക. നിലവിലെ കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ രാജ്കുമാർ ഗോയൽ. എക്സാമിന് ചോദിക്കും. ഇന്ത്യയുടെ നിലവിലെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ രാജ്കുമാർ ഗോയലാണ്. നമ്മൾ പറഞ്ഞു സെക്ഷൻ 12 പ്രകാരം ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10 കൂടാത്ത അത്രയും കമ്മീഷണർമാരുമാണ് RTIയിൽ അല്ലെങ്കിൽ CICയിൽ ഉള്ളത്. സോ രാജ്കുമാർ ഗോയൽ, കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ രാജ്കുമാർ ഗോയലാണ് ഇനി ഈ കമ്മീഷനിൽ അംഗമായ അല്ലെങ്കിൽ കമ്മീഷണർ ആവുന്ന ആദ്യ മലയാളിയായി ഈ നിയമനത്തോടൊപ്പം ഉള്ളതാണ്. എക്സാമിന് ചോദിച്ചേക്കാം. ആദ്യ മലയാളി അംഗം, മുഖ്യ കമ്മീഷണർ അല്ല, വെറും കമ്മീഷണർ. PR രമേശ് എന്ന് പഠിക്കുക. ഓക്കെ, അപ്പൊ നിലവിലെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ രാജ്കുമാർ ഗോയല്, കമ്മീഷണർ ആവുന്ന ആദ്യ മലയാളി PR രമേശ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദ്യം 36/172/2025. ചോദ്യം പറയാൻ വിട്ടുപോയതാണ്. വിവരാവകാശ നിയമപ്രകാരം എത്ര വർഷം മുൻപ് വരെയുള്ള വിവരങ്ങളാണ് ലഭ്യമാവുന്നത്? ഞാനോ നിങ്ങളോ 10 രൂപയുടെ അപേക്ഷയിൽ വിവരാവകാശ സമർപ്പിക്കുകയാണ് അപേക്ഷ. എത്ര വർഷം വരെ പഴക്കമുള്ള അപേക്ഷയാണ് നമുക്ക് ലഭിക്കുക എന്ന് ചോദിച്ചാൽ 10 വർഷം, 15 വർഷം, 20 വർഷം, 25 വർഷം. 2005 വിവരാവകാശ നിയമപ്രകാരം 20 വർഷം വരെ പഴക്കമുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കും. 20 വർഷമാണ്. 20 വർഷം വരെ പഴക്കമുള്ള വിവരങ്ങൾ നിയമപ്രകാരം നമുക്ക് ലഭിക്കും. 38ാമത്തെ ചോദ്യം 172/2025. മതപരമായ ആചാരങ്ങൾ തീരുമാനിക്കുവാനുള്ള അവകാശം അതാത് മതങ്ങൾക്ക് നൽകുന്ന അനുച്ഛേദം ഏതാണ്? മതപരമായ ആചാരങ്ങൾ തീരുമാനിക്കാൻ, കൃത്യമായി പറഞ്ഞാൽ ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ മതസ്വാതന്ത്ര്യത്തിൽ നിങ്ങൾ പഠിക്കുക. 25 ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും അതനുസരിച്ച് ജീവിക്കാനും അത് പ്രചരിപ്പിക്കാനും പ്രകടിപ്പിക്കാനുമുള്ള അവകാശമാണ്. 25 മുതൽ 28 വരെ മതസ്വാതന്ത്ര്യമാണെങ്കിൽ അതിൽ ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാം, ഇഷ്ടമുള്ള മതമനുസരിച്ച് ജീവിക്കാം, ഇഷ്ടമുള്ള മതമനുസരിച്ച് അത് പ്രചരിപ്പിക്കാം. റൈറ്റ് ടു പ്രൊഫസ്, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ് ഇൻ റിലീജിയൻ. 26 വന്നാൽ 26 സ്ഥാപിക്കുക എന്നതാണ്. മതസ്ഥാപനങ്ങൾ സ്ഥാപിക്കാനും മതാചാരങ്ങൾ തീരുമാനിക്കാനുമുള്ള അവകാശമാണ് 26. ചോദ്യത്തിന്റെ ഉത്തരം അതാണ്. മതസ്ഥാപനങ്ങൾ സ്ഥാപിക്കുക, മതാചാരങ്ങൾ തീരുമാനിക്കുക. അപ്പൊ രണ്ടും വന്നല്ലോ, ക്ലിയർ ആണ്, വ്യക്തമാണ്, തെറ്റുകയും ചെയ്യരുത്. മതസ്ഥാപനങ്ങൾ സ്ഥാപിക്കുക, മതാചാരങ്ങൾ തീരുമാനിക്കുക 26. 27 27 വന്നാൽ 27 ഒഴിവാക്കി എന്നതാണ് കോഡ്. 27 27 ഒഴിവാക്കി. ഒരു ഴായുടെ പ്രാസമുണ്ട്. എന്തൊഴിവാക്കി? മത പ്രചരണത്തിനുള്ള പണത്തെ നികുതിയിൽ നിന്ന് ഒഴിവാക്കി. ശ്രദ്ധിച്ചേ, തെറ്റിക്കരുത്. 25 മുതൽ 28 വരെ മതസ്വാതന്ത്ര്യം. 25 ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാം, ആരാധിക്കാം, അതനുസരിച്ച് ജീവിക്കാം. 26 മതസ്ഥാപനങ്ങൾ സ്ഥാപിക്കുക, മതാചാരങ്ങൾ തീരുമാനിക്കുക. 26 27 ഒഴിവാക്കി, നികുതിയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്ന ആർട്ടിക്കിൾ 27 ആണ്. 28
പ്രത്യേകിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ മത പ്രചരണം അല്ലെങ്കിൽ മതപരമായ ചടങ്ങുകളിൽ പങ്കെടുക്കാനോ വിട്ടുനിൽക്കാനോ ഉള്ള ഒരു വ്യക്തിയുടെ അവകാശമാണ് 28. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ മതാചാര പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനോ പങ്കെടുക്കാനോ ഉള്ള ഒരാളുടെ അവകാശമാണ് 28. അപ്പൊ 25, 26, 27, 28 മതസ്വാതന്ത്ര്യം. ചോദ്യത്തിന്റെ കൃത്യമായ ഉത്തരം എന്താണ്? മതപരമായ ആചാരങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശം അതാത് മതങ്ങൾക്ക് നൽകുന്ന അനുച്ഛേദം 26. ഓപ്ഷൻ ബി ആണ് ഇവിടെ കൃത്യമായിട്ട് വരിക. 39ാമത്തെ ചോദ്യം, ഭരണഘടനയിലെ ഏത് മൗലിക അവകാശ പ്രകാരമാണ് ബാലവേലയും അടിമത്തവും ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുന്നത്? ബാലവേല, അടിമത്തം എന്നിവ നിരോധിച്ചിരിക്കുന്നത്. കൃത്യമായി ബാലവേല എന്ന് പറയുമ്പോൾ 24 ബാലവേല, അടിമത്തം മനുഷ്യക്കച്ചവടമൊക്കെ 23-ലാണ് വരിക. 23, 24 സമത്വത്തിനുള്ള അവകാശമാണോ? 14 തൊട്ട് 18 വരെ ആണോ? അല്ല. ഇനി ചൂഷണത്തിനെതിരെയുള്ള അവകാശമാണ് എന്തുവരെ? 23, 24 വരിക. ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അപ്പോൾ അടിമത്തം ബാലവേല തടയുന്നത് 23, 24 എന്ന് പഠിക്കുക. ബാലവേല നിരോധന ദിനം ജൂൺ 12-ാം തീയതിയാണ്. ആൻ ഫ്രാങ്കിന്റെ ജന്മദിനമാണ് ജൂൺ 12 എന്ന് എക്സാമിന് ചോദിച്ചു. ഭരണഘടനാപരമായ പരിഹാരങ്ങൾ തേടാനുള്ള അവകാശം 32 ആണ്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 19 മുതൽ 22 വരെയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ലാസ്റ്റ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഈ ഒരു സ്പെഷ്യൽ റിവിഷന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 40 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. 40ാമത്തെ ചോദ്യം 61/2024 ചോദ്യപേപ്പർ. ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ എന്ന ആശയം സ്വീകരിച്ചത് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നുമാണ്? മൗലിക അവകാശമാണെങ്കിൽ അത് USA, അമേരിക്ക. മൗലിക കടമയാണെങ്കിൽ അത് റഷ്യ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ. ഓക്കെ, അമേരിക്കയാണ് കൃത്യമായ ഉത്തരം. ഇനി ശ്രദ്ധിച്ചോളുക, ഈ ഒരു ഭാഗത്ത് നിങ്ങൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഇപ്പൊ 2 ഡേറ്റുകൾ ഓൾറെഡി വന്നു. ഫേസ് 1st ആൻഡ് 2nd ഡേറ്റുകൾ വന്നു കഴിഞ്ഞു. സോ ഇനി നമ്മുടെ മുമ്പിൽ ഉള്ളത് മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക. ഡെയിലി ഒരു 1 ക്വസ്റ്റ്യൻ മിനിമം ആണ്. അതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് നിലവിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. മാർക്കഡ് PDF-കളോ എല്ലാം മാക്സിമം വർക്ക്ഔട്ട് ചെയ്യുക. കാരണം പ്രിലിംസ് എക്സാമിന് നിങ്ങൾക്ക് അറിയാം, പ്രിലിംസ് എക്സാം എന്ന് പറയുമ്പോൾ നമുക്കൊരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് മാർക്ക് കടന്നു കിട്ടുക. അത്യാവശ്യം നല്ല മാർക്ക് തന്നെ മേടിച്ച് നിങ്ങൾ പ്രിലിംസ് കട്ട് ഓഫ് കടക്കും എന്ന് ഉറപ്പിക്കുക. ആ ഒരു മൈൻഡ് സെറ്റോടുകൂടി പഠിക്കുക. പിന്നെ ഈ ഒരു ഭാഗത്തുള്ള ചോദ്യങ്ങൾ പരമാവധി ഇത്രയും നമ്മൾ ആ ഒരു ഭാഗം മൗലിക അവകാശം, മൗലിക കടമ, ദേശീയ പതാക, ദേശീയ ഗാനം, ഗീതം, മറ്റ് ദേശീയ ചിഹ്നങ്ങൾ, വിവരാവകാശം, മനുഷ്യാവകാശം, ഇതിൽ നിന്നാണ് പ്രിലിംസിന് പൊതുവേ ചോദ്യങ്ങൾ വരാറുള്ളത്. സോ ഇതിന്റെ അപ്പുറത്തേക്ക് അധികം ചോദ്യങ്ങൾ ഈ ഒരു ഏരിയ, ഈ ഒരു ടോപ്പിക്കിന് അപ്പുറത്തേക്ക് ചോദ്യങ്ങൾ കോമൺ ആയിട്ട് വരാറില്ല. അപ്പൊ 10 മാർക്കോളം ഈ ഒരു പരിസരത്ത് നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും. മറ്റു വിഷയങ്ങളും ആ രീതിയിൽ തന്നെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പ്രീവിയസ് ക്വസ്റ്റ്യനെ ബേസ് ചെയ്ത് തന്നെ പോവുക. ദെൻ എക്സാം തീരുന്നു, എക്സാം കഴിഞ്ഞ് അന്ന് തൊട്ട് മെയിൻസിന് വേണ്ടിയുള്ള പരിപാടി സ്റ്റാർട്ട് ചെയ്യണം. സോ നമ്മുടെ മുമ്പിൽ VFA ഓൺലി മെയിൻസ് എക്സാം മാത്രമാണ്. കൺഫർമേഷന്റെ ലാസ്റ്റ് ഡേറ്റ് ഈ മാസമാണ്, മറന്നു പോകരുത്. സോ കൃത്യമായി മുന്നോട്ട് പോവുക. വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു എവ്രി വൺ.